പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുഗ്രഹത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിൻ്റെ വലിയ ദിനങ്ങൾ ആരംഭിക്കുകയാണ് സഭയിൽ. ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്ക മാസം ആരംഭിക്കുകയാണ്. ഒരു മാസം മുഴുവനും സഭ മാതാവിൻ്റെ മാതൃക അനുകരിക്കുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിലെ സഭയുടെ
പ്രവർത്തനങ്ങളോടുള്ള ഒരു നിലപാട് പറയുന്നുണ്ട്. സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, പാരമ്പര്യത്തോട് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയണത്, പ്രിയപ്പെട്ടവരെ, നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തനത്തിൻ്റെ ഒരു നയ രൂപീകരണവും കാര്യപരിപാടിയും സമീപന രീതി അങ്ങനെയാണ്. അതായത് ഓരോ കാലത്ത് സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, തീഷ്ണതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശ്വാസവും വിടുതലുമൊക്കെ നമുക്ക് തരാൻ വേണ്ടി പ്രത്യേകം 10 കൃത്യങ്ങൾ ദൈവം നൽകും. അങ്ങനെയാണ് സഭ കാലത്തിൻ്റെ അനുസരിച്ച് വളരണത്. ശരിക്കും സഭ റിച്ചാകണത്, ധന്യമാകണത് ഓരോരോ കാലം. ഇപ്പം തന്നെ നമ്മൾ കൃപാസനത്തിൽ ലോകത്ത് ഓരോരുത്തരും ഇല്ലാത്ത പ്രാർത്ഥനയാണുള്ളത്. എന്താണ് ഉടമ്പടി പ്രാർത്ഥന? അത് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ പൗരസഭത്തിന് ഇടയ്ക്ക് പറയും കാലം മോശമാണെന്ന് പറയും. കാലം മോശമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാലം മോശമാകും. ചിലപ്പോൾ നമുക്ക് ക്ഷീണവും രോഗവും വന്നാൽ വ്യക്തിയുടെ കാലം മോശമാകും. അപ്പോൾ അതുകൊണ്ടാണ് കൃപാസനത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ദുരന്തമുണ്ടാകാൻ പോണ്. അപ്പം അതിനുശേഷം ഒത്തിരി ദുരന്തങ്ങളുണ്ടായി. ഇപ്പോഴും ദുരന്തങ്ങളെക്കുറിച്ച് കേട്ടുവരുന്നു. അടുത്ത 4 മാസം തുടർച്ചയായിട്ട് മഴ പെയ്യും. മലബാർ തൊട്ട് എറണാകുളം വരെ 4 മാസം അടുപ്പിച്ച് മഴ പെയ്ത പ്രളയമുണ്ടാകും. ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ട് കാലാവസ്ഥ നിരീക്ഷകർ. തെക്കൻ തിരുവിതാംകൂറിലും കൊച്ചിയിലും ആലപ്പുഴയുമൊക്കെ 2 മാസം അടുപ്പിച്ച് മഴ പെയ്യും. അപ്പം പുതിയ ദുരന്തമാണ് വരാൻ പോണത്. അപ്പോഴിങ്ങനെ ദുരന്തങ്ങൾ എപ്പോഴും മനുഷ്യനെ, ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ ദുരന്തമുണ്ടാകും. പക്ഷെ ദുരന്തമുണ്ടാകുമ്പോൾ ദൈവം എന്താ പറയണത്? അത് മുൻകൂട്ടി പറയും. എന്തിനാ കാര്യം? കടൽ തിരഞ്ഞു വരുന്നു, അപകടപ്പെടാതിരിക്കാൻ നോക്കണം. അപ്പം നമ്മുടെ സുരക്ഷിതത്വം ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ നിലനിൽപ്പും വളർച്ചയും സുരക്ഷിതത്വം. ഇപ്പം നമ്മൾ വളർന്നു, പക്ഷേ എന്തെങ്കിലും ഒരു രോഗം വന്ന്, ഇപ്പം എനിക്ക് തന്നെ 2 പ്രാവശ്യം കോവിഡ് വന്നതാണ്. 2 പ്രാവശ്യം കോവിഡ് വന്നതാണ്. അപ്പോൾ എനിക്ക് കുറേ രോഗങ്ങളൊക്കെ പലതും വേറെ പലതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കോവിഡ് വന്നത്. പക്ഷെ ഞാനിന്നും വളരെ സന്തോഷമായിട്ടും വളരെ സ്മാർട്ടായിട്ടും കിടത്താൻ്റെ ജോലി രാത്രി 11 മണിക്കാണ് ഇപ്പോഴും കിടക്കണത്. എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല ശരിക്കും. എന്താ കാര്യം? ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ ദുരന്തമൊക്കെ ലോകത്തുണ്ടാകും. അത് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ തന്നെ ഒരു ഭാഗമാണ് സംഹാരം എന്നുള്ളത്. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഐ വിൽ പ്രൊട്ടക്റ്റ് യു, ഞാൻ നിന്നെ സംരക്ഷിക്കാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമെന്താണ്? ഇപ്പോഴത്തെ വളർച്ചയും വളർന്നതിനെ സംരക്ഷിക്കുന്നതാണ്. പ്രാർത്ഥനാ ജീവിതം പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം സംരക്ഷണം പോകും. അതാണ് എപ്പോഴും വിഷയം. പ്രാർത്ഥനാ ജീവിതം ഒരു വ്യക്തിക്ക് പോയാൽ അതിൻ്റെ അർത്ഥം സംരക്ഷണം പോകും. ആധ്യാത്മിക സംരക്ഷണം പോകും, ഭൗതിക സംരക്ഷണം പോകും. അപ്പം അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് ഈശോ പറയണത്. ഇപ്പം നമ്മൾ ലൂക്കായൊക്കെ വായിക്കുമ്പോഴില്ലേ, വിശുദ്ധ ലൂക്ക വായിക്കുമ്പോൾ 18:1 നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പം മൂത്തേടൻ അച്ഛൻ്റെ ബൈബിളിൽ കിടക്കുന്നത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയാണ്. മടുപ്പ് കൂടാതെ. ഇപ്പം പ്രാർത്ഥനയ്ക്ക് ചിലർക്ക് ജഡികാരൂപി ഉണ്ടെങ്കിൽ മടുപ്പുണ്ടാകും. നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തോട് മടുപ്പുണ്ടാകത്തില്ലേ? അതുപോലെ തന്നെ പാപം കയറിക്കഴിഞ്ഞാൽ
ജീവിതത്തിലെ പാപങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ആധ്യാത്മിക കാര്യങ്ങളോട് മടുപ്പ് തോന്നും. ഇപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നണ്, പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ പിന്നെ ചെയ്യാം, ഇപ്പോൾ വരാം, ഞാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ചെല്ലാം, അപ്പം വരട്ടെ എന്നൊക്കെ പറയാം. അതൊക്കെ ചുമ്മാ അപ്പം വരാനൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യമായ ജീവിതത്തിലെ ആത്മീയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥന മണത്ത് നോക്കി മാറിക്കളയും. അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വന്ന ആ വ്യക്തിക്ക് എന്തോ എത്രയും വേഗം, കത്തോലിക്കരാണെങ്കിൽ ഉടനെ ഞാൻ പറയും നിങ്ങൾ എമർജൻസി ആയിട്ട് കുമ്പസാരിക്കാൻ പറയും. കാര്യം പ്രാർത്ഥനയും വിശുദ്ധിയും തമ്മിലാണ് ബന്ധം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയം. ഇപ്പം പ്രാർത്ഥന കൂടിപ്പോയതിന് കുഴപ്പമൊന്നുമില്ല. എന്താ പ്രശ്നം നമുക്കറിയാമല്ലോ. പ്രാർത്ഥന വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എവിടെയും സ്ഥലം കണ്ടുപിടിച്ച് ഒരു പ്രത്യേക സ്ഥലം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കണമല്ല. പ്രാർത്ഥന ഒരു മനുഷ്യൻ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥന. ഇപ്പം ഇന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടിവിടെ. ഇന്ന് എന്താണ് സാക്ഷ്യം? ഇന്നത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ബൈബിള് വായിക്കാനും, തന്നെയല്ല ആ മോള് ചെറുപ്പക്കാരത്തിയാണ്, കോളേജ് സ്റ്റുഡൻ്റാണ്. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനുമുള്ള കൊതി കൂടി. പണ്ട് എനിക്കിത് അത്രയും എനിക്ക് അവരുടെ അവേർഷനായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ അനുഗ്രഹം വന്നപ്പോൾ പ്രാർത്ഥിക്കാത്തവർ പോലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷനാണ്. പ്രാർത്ഥനയുടെ സംരക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ നേടിയെടുത്തതിനെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നമ്മളെ പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമെന്ന് പറയണത്. അപ്പം നേടിയെടുത്ത് കുറേ ഉണ്ട്. കുരിശിൻ്റെ വഴിയുടെ കാലമായിരുന്നു കഴിഞ്ഞ നോൻപ് കാലം മുഴുവൻ കുരിശിൻ്റെ വഴിയുടെ കാലമായിരുന്നു. അത് നമ്മൾ നേടിയെടുത്ത ഒരു വിശുദ്ധ പാരമ്പര്യമാണ്. ഫ്രാൻസിസ് അസീസിയാണ്. ദൈവം ഇങ്ങനെ കളക്റ്റീവായിട്ട് ആരെയും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ സിനഡ് കൂടി, ഇന്ന് വരെ സിനഡുകൾ കൂടിയിട്ടും ഒരു പുതിയ പ്രാർത്ഥനാ രൂപം ദൈവം കൊടുത്തിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. പ്രാർത്ഥനാ രൂപങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വ്യക്തികൾക്കാണ്, അല്ലാതെ സഭാ സമിതികൾക്കും ആലോചനാ സമിതികൾക്കും അല്ല. ആലോചനാ സഭാ സമിതികൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് സഭയിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മനസ്സ് വെളിപ്പെടാൻ വേണ്ടിയാണ് സിനഡുകളുള്ളത്. പക്ഷേ സഭയെ വളർത്തുന്നത് വ്യക്തികളാണ്. അതല്ല, ഇപ്പോൾ ഫ്രാൻസിസ് അസീസിയിലൂടെയാണ് നമുക്ക് കുരിശിൻ്റെ വഴി കിട്ടിയത്. അതൊരു വിശുദ്ധ പാരമ്പര്യമായിട്ട് മാറി. അതാണ് നേടിയെടുത്തതെന്ന് പറയണത്. ബിഷപ്പ് ബെർണാഡ് ബെച്ചിനെല്ലിയിലൂടെയാണ് മാതാവിൻ്റെ വണക്കമാസം കിട്ടിയത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ, അതായത് ബിഷപ്പ് ബെർണാഡ് ബെച്ചിനെല്ലി പിതാവ് ഇത് ഇറ്റലിയിലുള്ള പാരമ്പര്യമാണ്. മാതാവിൻ്റെ വണക്കമാസം ഇറ്റലിയിലാണ് ആരംഭിച്ചത്. പക്ഷേ കേരളത്തിൽ കൊണ്ടുവന്നത് ബെർണാഡ് ബെച്ചിനെല്ലിയാണ് ബിഷപ്പ്. നമ്മുടെ 40 മണി ആരാധന ഇറ്റലിയിലാണ് ആരംഭിച്ചത്. കേരളത്തിൽ കൊണ്ടുവന്നത് ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. അതുപോലെ തന്നെ ദേവാസ്ത വിളി പോർച്ചുഗലിലാണ് ആരംഭിച്ചത്. കേരളത്തിൽ കൊണ്ടുവന്നത് മിസ്റ്റർ ഫ്രാൻസിസ് സേവറാണ്. എല്ലാം വ്യക്തികളാണ്, സമൂഹമല്ല. ചരിത്രങ്ങൾ നോക്കി അറിയാൻ പറ്റും, എല്ലാം വ്യക്തികളാണ്. അപ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് ദൈവകൃപ വർദ്ധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ, ദൈവം സഭയെ വളർത്താനുള്ള അനുധാരികൾ വെളിപ്പെടുത്തും. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. നിങ്ങൾ ഇങ്ങനെ നേടിയെടുത്തത് ഇപ്പോൾ വണക്കമാസം ചെല്ലേണ്ട കാര്യമില്ല എന്ന് പറയും. എന്താ പ്രശ്നം? പ്രാർത്ഥിക്കാത്തവന് 100,000 കാര്യങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറയാനുണ്ടാകും. പ്രാർത്ഥിക്കുന്നവന് ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കാൻ പറയാനുള്ളത്, അത് ദൈവത്തിനെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. നീ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണത്? ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാതിരിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. അപ്പം വന്നില്ല, എനിക്ക് പഠിക്കാനുണ്ട്, 100,000 കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇൻടോണിലാണോ പ്രാർത്ഥന രൂപയിലാണോ എന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നുമില്ല.
ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയോടുള്ള അവേർഷനാണ്. എന്നാൽ പിന്നെ എല്ലാ ഇഷ്യൂസും കയറി വരും, എല്ലാ ഇഷ്യൂവും കയറും. അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പം നമുക്കറിയാമില്ല, നമ്മൾ 2 ദിവസം വീട്ടിലില്ല, നമ്മുടെ അടപ്പിൽ തീയില്ല എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ അടപ്പുകലൊക്കെ ഇപ്പോൾ 2 ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നിച്ച് വന്നിട്ട് നമ്മൾ അടപ്പുകലൊക്കെ പൊക്കി നോക്കുകയാണെങ്കിൽ എല്ലാ ഇരട്ടവാലിനും പഴുതാരും എല്ലാം അതിനകത്ത് കാണും, തണുപ്പ് ആയിപ്പോയി. അപ്പോൾ എല്ലാ ജീവികളും വരും. പ്രാർത്ഥന ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ ഇല്ലാത്തൊരവസ്ഥയിൽ എല്ലാ അഴുക്കുകളും തിന്മകളും നമ്മുടെ ജീവിതത്തിലൂടെ കയറി വരും. പ്രാർത്ഥന ഒരു അഗ്നിയാണ് ശരിക്കും. കുടുംബത്തിൽ ഇപ്പം ഞാനൊക്കെ വളർന്നു വന്നു, ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഉടമ്പടിയിൽ ഒരു ദിവസം ഒരു 1000കണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട്. ഈ ആൾക്കാരൊക്കെ എങ്ങനെ വന്നതാണ്? ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ ആധ്യാത്മികത പഠിച്ചത് അമ്മയുടെ മുഖത്തു നിന്നാണ്. ഗുരുമുഖത്ത് നിന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരു അമ്മയാണ്. അപ്പോൾ അമ്മയുടെ മുഖത്ത്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ലൂർദ് മാതാവിൻ്റെ രൂപമുണ്ട്. അപ്പോൾ ലൂർദ് മാതാവിൻ്റെ രൂപം ഇപ്പോൾ ഇന്നലെ ആഷ്ടപ്പാട് ദിവസമാണ്. ഇന്നലെ തന്നെ അപ്പൻ കരിക്കും വെള്ളം എടുത്തിട്ട് മാതാവിൻ്റെ രൂപം കഴുകും. അപ്പം ഞങ്ങൾ അടുത്ത് പോയി ഇരിക്കും, മാതാവിൻ്റെ രൂപം അപ്പൻ കഴുകണ കാണാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് അപ്പം തന്നെ ഈ മാതാവിൻ്റെ രൂപത്തിന് പെയിൻ്റൊക്കെ ചെയ്യും, കണ്ണൊക്കെ തെളിക്കും. കണ്ണൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെശയ കണ്ണൊക്കെയാണ് അപ്പം വരച്ച് വെക്കണം, എന്നാലും അപ്പനത് ചെയ്യും. നമ്മളത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം മാതാവിന് ഇപ്പം കണ്ണ് തെളിഞ്ഞ് വരും, മാതാവിന് ഇപ്പം കണ്ണ് തെളിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ആ നോട്ടത്തിലൂടെ മാതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഈ രൂപ എടുത്ത് ഇങ്ങനെ ഒരു രൂപ കൂടെ ഒരു കട്ടിക്കടലാസൊക്കെ വാങ്ങിച്ച് പ്രാവിനെയൊക്കെ ഉണ്ടാക്കുന്ന പ്രാവും കൂടൊക്കെ ഉണ്ടാക്കുന്ന പേപ്പറിൻ്റെ കൂടൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ പോയി ചേന പേപ്പറും പിന്നെ തങ്ക പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം കുത്തിയിരുന്നുകൊണ്ട് ഇതിനൊരു പള്ളി പോലെയൊക്കെ ഒരു സാധനമൊക്കെ കൊണ്ട് മുഖവാരം ഉണ്ടാക്കി അതൊക്കെ വെക്കും. എന്നിട്ട് പെട്ടിക്കടലാസെല്ലാം പൊതിഞ്ഞതിന് ശേഷം മുഖവാരം പിടിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അപ്പനിതെടുത്ത് മുകളിൽ വെക്കുമ്പോൾ മാതാവിനെ എടുത്ത് വെക്കണ സമയമൊക്കെ വന്നുകൊണ്ട് വലിയ സമയമാണ്. അതൊക്കെ കണ്ട് കേട്ട് ദൈവസ്നേഹം ഇതൊക്കെ കാണിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിലൊക്കെ നിങ്ങൾക്കിപ്പോൾ മക്കളെ വളർത്താൻ സമയമില്ലല്ലോ. ഇപ്പം ഇന്നലെ ഇതുപോലെ സാക്ഷ്യം കേട്ട് എനിക്ക് സാക്ഷ്യം കേട്ടതിൽ എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാര്യം അവർക്കിപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ഞാൻ 4-5 പേരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കണത്? നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. അമ്മമാരെപ്പോഴും ഫോണും അവരുടെ ജോലിയും ഒക്കെ ആയിട്ട് എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ അവൾ പറയും, എനിക്കറിയാം മക്കളെ എനിക്ക് നോക്കാൻ പറ്റണില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനെന്ത് ചെയ്യാനാണ്? ഞാൻ ഇതിനേക്കാൾ പീഡനമാണ് ഓഫീസിൽ അനുഭവിക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത്. അവർ ഞാൻ അമ്മയെ കുറ്റം പറയല്ല, അവർക്ക് അതിൻ്റെയൊക്കെ ടെൻഷനാണ്. ഈ മക്കളെക്കാൾ ടെൻഷൻ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് ദൈവം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ ചിലർ ഭർത്താക്കന്മാരൊക്കെ ഉപേക്ഷിച്ചില്ലേ, സംസാരം. ഇപ്പോൾ 2 കൊച്ചുകളായി 1 കൊച്ചായി കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും നമ്പരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം, ഞങ്ങളുടെ അങ്ങ് താമസിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് താമസിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അവരെന്താ ചേട്ടൻ പറയും, എടാ എൻ്റെ അപ്പനമ്മയും പ്രായമല്ലേ, ഇവിടെ വന്ന് താമസിക്കല്ലേ, നീ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. പക്ഷെ അവളിപ്പോൾ ഭരണിയില്ല. അങ്ങനെ എത്രയോ ആണുങ്ങളാണ് ഭാര്യമാരില്ലാതെ ഇങ്ങനെ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നത്. അതൊക്കെ ഒരാൾ മക്കളെ കൊണ്ട് അവർ അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മകനെ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മകൻ ഇവർക്ക് പ്രായമാകുമ്പോൾ ഇവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം ഇവരെ മൈൻഡ് ചെയ്യത്തില്ലെന്ന കാര്യം സംശയമില്ല. കാര്യം നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങളുടെ മകൻ 20 വയസ്സിലെങ്കിലും മനസ്സിലാക്കിയിരിക്കും. എൻ്റെ അപ്പനെ എന്നെ നഷ്ടപ്പെടുത്താൻ കാര്യം ഇവരാണ്, ഇവരുടെ തണ്ട് രോഗമാണ്, ഇവിടെ അഹങ്കാരമാണെന്ന് പിള്ളേർക്കറിയാം. അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളെ ചുമ്മാ പട്ടിനെ പോലെ എടുത്ത് ദൂരെ കളയും. അത് അപ്പം നിങ്ങളിപ്പോൾ ചെറുപ്പത്തിൽ ജയിച്ചെന്നാണ് പറയണത്. നേരെ മറിച്ചുകൊണ്ടേ ഇന്ന് ഞാൻ കേസ് എടുത്തത് അതിനേക്കാൾ കഷ്ടമാണ്. അത് അവൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നതാണ്. ഒരു കാര്യമില്ല, ഇവൾക്ക് ഇത്തിരി ആരോഗ്യം കുറഞ്ഞ് അപ്പോൾ തന്നെ അവൾ കളമാറ്റി ചവിട്ടി. ഇത് കുടുംബത്തിൻ്റെ ദുരന്തമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ മാതാവ് പറഞ്ഞത് ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് കൃത്യമായിട്ട് നടന്നു.
അതായത് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പറഞ്ഞ സുനാമി ഉണ്ടായി. രണ്ടാമത് 4 സുനാമി ഉണ്ടായി. പ്രത്യക്ഷപ്പെട്ട വർഷം സുനാമി ഉണ്ടായി. പിന്നെ 2006 ചിക്കൻ ഗുനിയ ഉണ്ടായി. പിന്നെ 2009 നിപ്പ വൈറസ് വന്ന്. പിന്നെ അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് ഓരോരോ സാംക്രമിക രോഗങ്ങളും പക്ഷിപ്പനികളൊക്കെ ആയിട്ട് വന്ന് തക്കാളിപ്പനി വന്ന് ഇങ്ങനെ വന്ന് 17 വന്നപ്പോൾ ഗജക്കൊടുങ്കാറ്റ്, 18 പ്രളയം, 19 കോവിഡ് 2 പ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ ജീവിതകാലം അമ്മ പറഞ്ഞതിന് ശേഷം 2004 ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ദുരന്തങ്ങളാണ്. പക്ഷേ ഇതല്ല യഥാർത്ഥ ദുരന്തം. യഥാർത്ഥ ദുരന്തം അമ്മ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് എനിക്കതിൻ്റെ ഒരു ഉൾക്കാഴ്ച അമ്മ തന്നത്. ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ദുരന്തമല്ല. ഈ 2004 മുതൽ ഈ കാലം വരെയുള്ള ചരിത്രം നോക്കിയാൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്ന കുടുംബത്തിലാണ്. ഈ 2004 ആലപ്പുഴ രൂപതയിലൊക്കെ ഡൈവേഴ്സിന് വേണ്ടി പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ആൾക്കാരില്ല. 2010 മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ 125 ഒരു വർഷം. അപ്പോൾ ദുരന്തം എവിടെ ഉണ്ടായിരിക്കണേ? അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് രൂപതകളിൽ ഡൈവേഴ്സിൻ്റെ പെറ്റീഷൻസ് ഇല്ല. ഇപ്പോഴ് 2010 ശേഷം 2007 ശേഷം അത് 10 ഒരു വർഷം, 15 ഇപ്പം 185 വരെയായി ഒരു വർഷം. അപ്പോൾ ഓരോ രൂപതകളിലുള്ള കണക്ക് നോക്കിയെടുത്ത് നോക്കിയേ. അപ്പോൾ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തങ്ങളിൽ വന്നിരുന്ന ഇപ്പം ഞാനിവിടെ ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകും, ദുരന്തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിലെ കുടുംബ ദുരന്തങ്ങളും ഡൈവേഴ്സും കേസും ഉണ്ടാക്കിയിരിക്കുന്നതിൽ എല്ലാം പങ്കാളിത്തം ആടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80% സ്ത്രീകളുടേതാണ്. കാര്യം ജോസഫിന് അത് അറിയാം. കാര്യം ഞാനിതിൻ്റെ ജനത്തിൻ്റെ കൂടെയാണല്ലോ. ഈ ദുരന്തങ്ങൾ ഡൈവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നെങ്കിൽ പെണ്ണിൻ്റെ അമ്മ അല്ലെ പെണ്ണ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിന് 80% പുരുഷന്മാരുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ 20% വരത്തുള്ളൂ. കാര്യം എനിക്ക് ഇതാണല്ലോ ജോലി. ഞാൻ 2004 ആൾക്കാരെ കാണാൻ 87 തുടങ്ങിയാണ് എൻ്റെ ജോലി. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സ് കേസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പെണ്ണിൻ്റെ അമ്മയാണ് ഇതിൻ്റെ അകത്ത് 50% ഉത്തരവാദി. പക്ഷെ അവരാണ് വലിയ പ്രാർത്ഥനാ പരവേശങ്ങൾ കാണിക്കണതും ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞത്. പക്ഷേ അവർക്കൊക്കെ എല്ലാം പണി കിട്ടും അവസാനം. എന്താ കാര്യം? അവരാണ് ഈ പെണ്ണിനെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കണതും അവരുടെ ശമ്പളം കൊണ്ട് ജീവിക്കണതും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അവളെ കെട്ടിയ പുരുഷന് അവളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നതിന് പിന്നിലെല്ലാം അമ്മയുടെ റോൾ 50%. എല്ലാ അമ്മമാരെക്കുറിച്ച് പറയണതല്ല, ഞാനിത് കാണുന്നതല്ലേ. എനിക്ക് വേണത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൗൺസിൽ ചെയ്തിരിക്കുന്നത് ഞാനാണെന്നാണ് തോന്നുന്നത്. ഞാൻ അഹങ്കാരയുടെ പറയുകയല്ല. ദൈവം അങ്ങനെ ഞാൻ അച്ഛനായപ്പോൾ തന്നെ തുടങ്ങിയ ജോലിയാണല്ലോ ഇത്. അപ്പം അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കണം. ഇപ്പം പ്രാർത്ഥനയും അതേസമയം തന്നെ നമ്മുടെ ജീവിതവും തമ്മിൽ ടാലിയായിട്ട് പോണില്ല. പക്ഷേ അതേസമയം തന്നെ പുരുഷന്മാരുടെ കയ്യിലും നല്ല ഗുരുതരമായ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റത്തില്ല. അതേസമയം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല സുന്ദരമായ രീതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല ആരോഗ്യമാണെങ്കിലുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് ജോലിയുണ്ട്, എങ്കിലും അവർ ദൈവത്തെ ഓർത്ത് തന്നെ നിത്യത ഓർത്ത് തന്നെ പ്രയാസങ്ങൾ അതിജീവിച്ച് ജീവിക്കുന്ന ഒത്തിരിയേറെ ചെറുപ്പക്കാരുടെ കുടുംബങ്ങളുണ്ട്. ആ കൃപാസനം നിൽക്കുമ്പോൾ അതെല്ലാം മനസ്സിലാകും നമുക്ക്. അത് സ്ത്രീകൾ തന്നെയാണ്. കുടുംബത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും വിശുദ്ധി നിലനിർത്തുന്നതും സ്ത്രീകൾ തന്നെയാണ്. കുടുംബത്തെ നശിപ്പിച്ചിരിക്കുന്നതും മുൻതൂക്കം സ്ത്രീകൾക്കാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലത്ത് നമ്മളുടെ ജീവിതമായിട്ട് ദൈവം ഇതിനെ ദുരന്തം എന്നാണ് വിളിക്കണത്. കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറഞ്ഞത് എന്താണ്? ദുരന്തം ഉണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ്. എവിടെയാണ്? പ്രകൃതി മാത്രമല്ല, കുടുംബത്തിൽ ദുരന്തം ഉണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ അവരാണ് ദുരന്തം. അതാണ് ചർച്ച. പെണ്ണിൻ്റെ അമ്മയാണ് ഒരു കുടുംബത്തിനെ കുടുംബ തകർച്ചയ്ക്ക് കാരണമാക്കി മകളെ പിടിച്ചു വെച്ചിരിക്കുകയും അവർക്ക് തെറ്റായ ഉപദേശം കൊടുക്കുകയും അകം താമസിക്കാൻ വേണ്ടി പറയണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവരാണ് ദുരന്തം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയണത്. അപ്പം കൃപാസന പ്രത്യക്ഷീകരണങ്ങൾ ആഴമായ രീതിയിലുള്ള ദൈവ നിലപാടുകളുള്ളതാണ്. അപ്പം അതുകൊണ്ട്
ദൈവം ഫോക്കസ് ചെയ്യണത് നമ്മളുടെ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ പറയുമ്പോൾ നേടിയെടുത്തതെല്ലാം കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഈ കുടുംബ പ്രാർത്ഥനയാണ് ശരിക്കും മാതാവിൻ്റെ വണക്കമാസം എന്ന് പറയണത്. മാതാവിൻ്റെ വണക്കമാസം എന്ന് പറയണത് കുടുംബ പ്രാർത്ഥനയാണ്. ആ കുടുംബ പ്രാർത്ഥന തന്നെ വിപുലമായ രീതിയാണ്. ഒരു 3/4 മണിക്കൂർ ജപമാല ഉണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ ആ വണക്കത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും വന്നിരിക്കും, എല്ലാവരും പാട്ടുപാടും, മാതാവിൻ്റെ രൂപം എല്ലാവരും അലങ്കരിക്കും, പൂക്കൾ കൊണ്ടുവരും. അതൊരു വലിയ പ്രൈവറ്റ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഡിവോഷൻസാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു പൂ വെക്കണത് വരെ, പീഠം അലങ്കരിക്കണത് വരെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഒരു സുഹൃത ജപം ചൊല്ലിക്കൊണ്ട് നടക്കും. അതെല്ലാം വണക്കമാസത്തിൻ്റെ പൈതൃകമാണ്. സൽക്രിയ ഓരോ ദിവസവും നമുക്ക് സൽക്രിയ ചെയ്യേണ്ടി വരും. അത് വണക്കമാസത്തിൻ്റെ പൈതൃകമാണ്. ഇതാണ് സഭയിൽ നേടിയെടുത്തതെന്ന് പറയണത്. സുവിശേഷം ജീവിക്കുന്ന ആ തലമുറ, സുവിശേഷം ജീവിച്ച അനുഗ്രഹം നേടിയ ഒരു സമൂഹം, അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഭക്തകൃത്യങ്ങൾ, അത് ഈ മാസം വീണ്ടും ഒരു അഡീഷണൽ ഗ്രേസാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒരു ഉപരികൃപ. ദൈവം എപ്പോഴും പറയണത് ഒരു അഡീഷണൽ ഗ്രേസിനെ കുറിച്ചാണ് എപ്പോഴും ദൈവം വിഭാവന ചെയ്യണത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ എന്ന് പറയുമ്പോൾ ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്ന് പറയുന്നത് അഡീഷണലാണ്. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് അഡീഷണൽ ബ്ലെസ്സിങ്സ് വേണമെന്നാണ്. ആ അഡീഷണൽ ബ്ലെസ്സിങ്സ് നമുക്ക് തരണത് അത് സുവിശേഷവിഹിതമാണെങ്കിൽ അഡീഷണൽ ബ്ലെസ്സിങ്സ് വരണത് ഇതുപോലെ അഡീഷണൽ ആയിട്ടുള്ള പയറ്റീവ് ഫോംസിൽ നിന്നാണ്. അതിലൊന്നാണ് വണക്കമാസം എന്ന് പറയുന്നത്. മാതാവിൻ്റെ വണക്കത്തിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. ആദ്യം ജപമാല, പിന്നെ മാതാവിൻ്റെ കുറിച്ചുള്ള 3 പോയിൻ്റുകൾ നമ്മൾ ധ്യാനിക്കും. ആ 3 പോയിൻ്റുകൾ അവിടെ പറയും. അത് 3 ധ്യാനിക്കും. അതിനുശേഷം മുട്ടേന്ന് ജപം ചൊല്ലും. അതിനുശേഷം സുഹൃത ജപം നമ്മൾ ചൊല്ലും. അതെല്ലാം പ്രാർത്ഥനയാണ്. അതിനുശേഷം നമുക്ക് സൽക്രിയ പറയും. അത് നമ്മൾ അനുവർത്തിക്കും. അങ്ങനെ വിശുദ്ധിയിൽ വളരുന്ന, കൃപയിൽ വളർത്തുന്ന, വ്യക്തിപരവും കുടുംബപരവുമായിട്ട് നമ്മൾ ഉയർത്തുന്ന ഒരു മരിയൻ നടപടിക്രമമാണ് മരിയ വണക്കമാസം. അത് നമ്മൾ ഭക്തിയോടെ ഈ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. മെയ് 31 കടച്ചി. ഈ ദിവസം ഒത്തിരി പേര് വണക്കമാസം നേർച്ചയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും നേർച്ചയായിട്ട് വണക്കം നടത്താൻ ഉദ്ദേശിക്കുന്നവരെ കൃപാസന ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വളർച്ച ഇത് എല്ലാ ദിവസവും തന്നെ നിങ്ങൾ മുടങ്ങാതെ ഈ സമയമാകുമ്പോൾ 5:30 മണിക്കാണ് ഇത് ആരംഭിക്കുന്നത്. ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വരണം. ഇൻ കേസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വരാൻ ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഓഫീസിൽ നിന്നോ സ്കൂളിൽ നിന്നോ വന്നതിന് ശേഷം വൈകുന്നേരം എപ്പോഴെങ്കിലും ആ വണക്കം കേട്ട്, അതാ ദിവസങ്ങളിലുള്ള വണക്കം കേട്ട് പ്രാർത്ഥിച്ച് ഇന്നു മുതൽ മുടങ്ങാതെ മാതാവിൻ്റെ വണക്കിൽ പങ്കെടുത്ത് വളരാൻ നോക്കണം. നിങ്ങൾക്കറിയാമല്ലോ, കൃപാസന അമ്മയുടെ സ്വന്തം വീടാണ്. ഈ സ്വന്തം വീട്ടിൽ വരുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷ നടത്തുന്നവരെയും ദൈവം എല്ലാ മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ് അനുഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് ചരിത്രവും സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ ഒരു മെയ് മാസം 1-ാം തീയതി ആരംഭിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹം നിങ്ങൾക്ക് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വണക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മാസം മുഴുവനും. താങ്ക് യു. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും പാപികളുമായ ഞങ്ങൾ നിസ്സീമപ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളെ ഉയർത്തെന്നുള്ളൂ എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ മേമാസറാണി, കഴിഞ്ഞ ഒരു വർഷക്കാലമായി അമ്മ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും വണക്കം വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഒരു മാസക്കാലം അമ്മയെ ഞങ്ങൾ വണങ്ങുമ്പോൾ ഒത്തിരി മക്കൾ തങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ കൃപാസനമാകുന്ന ശുശ്രൂഷാലയത്തിൽ വന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. അമ്മയെ നീ ആരെയും കൈവിടരുത്, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി അമ്മ നാളിതുവരെ തന്ന എല്ലാ ഉപകാരങ്ങൾക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഡോളി ഓസ്ട്രേലിയ തൻ്റെ ക്രിസ്റ്റായുടെ പഠനവും വിവാഹവും നടക്കണം, പങ്കാളിയുടെ ശാരീരിക സൗഖ്യം ലഭിക്കണം, മകൾ ഷേളിയുടെ ശരീര സുഖവും പഠനം പൂർത്തീകരണവും, മകൾക്ക് ക്രിസ്തീയ മലയാളി പ്രാർത്ഥനാപരമുള്ള ഒരു പങ്കാളിയെ ലഭിക്കുമ്പോൾ ആ മകൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ നാട്ടിലുള്ള ഭവനത്തിൽ പോലും പോകാതെ നേരെ എയറോഡ്രോമിൽ നിന്ന് ഇവിടെ വരികയും 10 ദിവസക്കാലം അമ്മയോടായിരിക്കുവാൻ വേണ്ടി ഇവിടെ താമസിക്കുകയും ഇവിടെ നിന്ന് തിരിച്ച് അവരുടെ ഭവനത്തിലോ ബന്ധുക്കളെ കാണാതെ തിരികെ അവർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ആ മകളുടെ എല്ലാ നിയോഗങ്ങളും അമ്മ പരിഗണിക്കണമേ. സാലി ഓസ്ട്രേലിയ, ആ സഹോദരിയും ഈ സഹോദരിയുടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അവർ തങ്ങളുടെ ജീവിത പങ്കാളിയോട് മാത്രം പറഞ്ഞുകൊണ്ട് ബന്ധുമിത്രാദികളെ അറിയിക്കാതെ വന്നിരിക്കുന്ന ആ പങ്കാളിയുടെ ഈ സാലിയുടെ പങ്കാളിയുടെ മദ്യാസക്തിയിൽ നിന്നുള്ള മോചനം, പുകവലിയിൽ നിന്നുള്ള വിടുതൽ, മകൻ ജിയോൾ, മകൾ ലിൻ, 2 പേർക്കും മലയാളികളായ ദൈവസ്നേഹമുള്ള പ്രാർത്ഥനാ വരങ്ങളുള്ള ജീവിത പങ്കാളിയെ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മേഴ്സി UK, എൻ്റെ മക്കളായ അപ്പു, അമ്മു, കാവി 2025 മുൻപ് പരിശുദ്ധ അമ്മ അവർക്ക് വിവാഹമെന്ന മംഗളകർമ്മത്തിലൂടെ ഉചിതരായ ജീവിത പങ്കാളികളെ നൽകണമേ. കെവിന് നാളിതുവരെ മക്കളെ ലഭിച്ചിട്ടില്ല, UK ഭവനം വിൽക്കണം, മറ്റൊരു ഭവനം ലഭ്യമാകണം. ഹണി റോസ് തോപ്പുംപടി പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, CC സോണി കൈനകരി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരുടെ ഭവനത്തെ അനുഗ്രഹീതമാക്കണമേ. കുഞ്ഞുമോൾ തുമ്പോളി പരിശുദ്ധാത്മാവിൻ്റെ നിറവും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും. ഷിജി മൂന്നാർ
തൻ്റെ പങ്കാളിയുടെ തൈറോയിഡ് രോഗത്തെക്കുറിച്ച് അവൾ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. തൻ്റെ ചേച്ചി ഷീനയുടെ സ്ഥലം വിൽപ്പന നടക്കണം. മക്കൾ 3 പേർക്കും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം. അന്നമ്മ ജോസഫ് മകൻ 28 വയസ്സുള്ള ലിബിന് വിവാഹമെന്ന ഉദാശയുടെ ഉചിതയായ ജീവിത പങ്കാളിയെ നൽകുമ്പോൾ മക്കളായ ഡിറ്റു 2 പേർക്കും ഒരേ രാജ്യത്ത് ജോലി ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമേ. അനീഷ് കണ്ണമ്പള്ളി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മ ജോർജ് കുടുംബ സമാധാനം വേണം, അമ്മയുടെ സംരക്ഷണം. കൊച്ചുമോൾ പത്തനംതിട്ട തൻ്റെ വീടും സ്ഥലവും വിൽക്കുവാൻ അനുഗ്രഹിക്കണം. മകനും മകളും ഈ വർഷം തന്നെ വിവാഹമെന്ന കൂതാശയിലൂടെ കുടുംബജീവിതം നയിക്കുവാൻ അമ്മ ഇടയാക്കി തരണമേ. ജോൺസൺ ഓസ്ട്രേലിയ തൻ്റെ കൊച്ചുമോൾ ആരോഗ്യവതിയായിരിക്കണം. ഡോളി പിറവം തൻ്റെ മകൻ അനൂപിൻ്റെ വിസ തടസ്സം മാറ്റി പെർമനൻ്റാക്കണം. സന്താനലബ്ധി നൽകി അവനെ അനുഗ്രഹിക്കണം. മരുമകൻ്റെ കാനഡയിലെ ജൂൺ 3 കേസ് ശിക്ഷയില്ലാതെ തീർപ്പാക്കണം. ആൻ്റണി വൈക്കം കയറ്റുമതി വ്യവസായ പുരോഗതി. ജപ്തി നടപടിയായിരിക്കുന്ന വൈക്കത്തെ വസ്തു തിരികെ ലഭിക്കണം. UK വസ്തുവിൻ്റെ മോർട്ടേജ് തീർത്ത് തരികയും എൻ്റെ ശാരീരിക സൗഖ്യവും അമ്മേ പരിശുദ്ധ അമ്മേ. അൽവിൻ തോമസ് തൃശ്ശൂർ തൻ്റെ പങ്കാളിയുടെ ആക്സിഡൻറ്റിൽ സംഭവിച്ച വലിയ അപകടത്തിൽ നിന്ന് സൗഖ്യം നൽകിയതിനെക്കുറിച്ച് നന്ദി പറയുമ്പോൾ കുട്ടികളുടെ പഠനവും അമ്മയെ ഏൽപ്പിക്കുന്നു. ബിജി ഷൈജു അങ്കമാലി അമ്മേ പരിശുദ്ധ അമ്മേ. ചെറുമോളുടെ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വരുവാൻ കാത്തിരിക്കുന്നു. ഉന്നത വിജയം നൽകുന്നതോടൊപ്പം തന്നെ അവൾക്ക് അഡ്മിഷനും തരപ്പെടുത്തി കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന. പങ്കാളിയുടെ മദ്യാസക്തിയാൽ വേദനിക്കുന്ന തന്നെ അതിൽ നിന്ന് വിടുതൽ നൽകി ആ പങ്കാളിയെ രക്ഷിക്കണമേ. മരിയ തോമസ് അങ്കമാലി അമ്മേ പരിശുദ്ധ അമ്മേ. മെയ് 24 CA ഫൈനൽ എക്സാമിനേഷന് വിജയവും നല്ലൊരു ജോലിയും. കസിൻ ബ്രദറിൻ്റെ അവൻ്റെ വൈദിക വൃത്തി പഠനം തിരുപ്പട്ടം ലഭിക്കുന്നതുവരെ ആ കുഞ്ഞിനെ സഭയിൽ ഉറച്ചു നിൽക്കുവാനും ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് വേണ്ടി അവൻ തൻ്റെ യജമാന ദൗത്യം നിർവഹിക്കാനും ഇടയാക്കണമേ. ജിജോ കിടങ്ങൂർ പങ്കാളിക്ക് വന്ന ആക്സിഡൻറ്റിൽ നിന്നും പൂർണ്ണ സൗഖ്യം. എബിൻ റോയ് ആലുവ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നൽകണമേ. സുനിൽകുമാർ ആലുവ അമ്മേ പരിശുദ്ധ അമ്മേ. ഭവനത്തിൻ്റെ പ്രമാണം 15 മുമ്പ് ലഭിക്കണമെന്ന് അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. മിനി റോയ് ആലുവ തൻ്റെ ചേട്ടന് വന്നിരിക്കുന്ന കടബാധ്യത തീരണം. അതിന് അമ്മയെ തന്നെ അനുഗ്രഹിക്കണം. ഉടമ്പടിയിൽ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ അമ്മയുടെ കൃപ. ജീവൻ റോയ് മൂലനിരം അമ്മയെ പരിശുദ്ധമേ. പഠനപൂർത്തീകരണവും ജോലിയും നല്ല ശമ്പളവും. ബിജു വെള്ളാരപ്പള്ളി തൻ്റെ മകളുടെ ഷുഗർ രോഗം സൗഖ്യം നൽകണം. 2ാമത്തെ മകളുടെ ശ്വാസം മുട്ടൽ കടബാധ്യതയാൽ വേദനിക്കുന്നു, രോഗത്താൽ വലയുന്നു. വിടുതലും സൗഖ്യവും. ജിലു UK അവളുടെ എല്ലാ നിയമങ്ങളും സമർപ്പിക്കുമ്പോൾ അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിഷ വർഗീസ് പത്തനംതിട്ട തൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണം. തൻ്റെ മക്കൾ നാൻസി ഷൈൻ ദൈവവിശ്വാസത്തിൽ വളരണം. താനും പങ്കാളി ബിജു ദൈവത്തിൽ കൂടുതൽ അടുക്കണം. അനന്തകൃഷ്ണൻ ഇരിഞ്ഞാലക്കുട നീറ്റിൻ്റെ എക്സാം 2ാം പ്രാവശ്യം എഴുതുന്നു. അമ്മയെ കനിയണമേ. പ്രവീണ കൈനടി കോട്ടയം തൻ്റെ ആങ്ങള പ്രമീഷിന് ജോലി നൽകണം. എൻ്റെ 2 മക്കളെയും പരിശുദ്ധം അനുഗ്രഹിക്കണം. എൻ്റെ പങ്കാളിക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകണം. പങ്കാളിയെ കാത്തു പരിപാലിക്കണം. ജൂബി തിയാട്ടുപറമ്പിൽ ചേർത്തല തനിക്ക് PhD ലഭിക്കുവാൻ അമ്മയുടെ അനുഗ്രഹവും കൃപയും. തൻ്റെ പങ്കാളിക്ക് സംരക്ഷണം നൽകണം. തനിക്ക് ദാനമായി നൽകിയ ജെസിക്ക എന്ന മോളെ പരിശുദ്ധ അമ്മ സംരക്ഷിക്കണമേ. ഫെബി പനക്കൽ ചെത്തി ഈ വരുന്ന 19-ാം തീയതി നടക്കുന്ന അവൻ്റെ 2ാമത്തെ കുട്ടിയായ കെയ്റ്റിൻ വാവയുടെ ജ്ഞാനസ്നാനം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ നന്നായി പ്രാർത്ഥനാപൂർവ്വം നടക്കുവാൻ വേണ്ടി അമ്മയോട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലതാ ബേബി ഗുജറാത്ത് മോള് ആഗ്രയ്ക്ക് UK ജോലി ലഭിക്കണം. മോൻ ആകാശിനെ ഈ 4 എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കുവാൻ അമ്മ ഇടയാക്കണം. നാട്ടിലെ സ്ഥലത്തിൻ്റെ പട്ടയം ലഭിക്കണം. അതുപോലെ തന്നെ കടബാധ്യതയാൽ വേദനിക്കുന്നു. പ്രീതി രാജു ഗുജറാത്ത് തൻ്റെ മോൾ കാവ്യ രാജു ഓസ്ട്രേലിയയിലാണ്. അവളുടെ BSc നഴ്സിംഗ് പഠനവും അതിനുശേഷം നല്ലൊരു ജോലിയും ലഭിക്കണം. കടബാധ്യത മാറ്റി തരയണമേ. ബിന്ദു ജോൺസൺ പെരുമ്പടപ്പ് പണിതു തുടങ്ങിയ ഭവനം അമ്മയെ തടസ്സം കൂടാതെ പൂർത്തീകരിച്ച് ഞങ്ങളെ അതിൽ ജീവിക്കുവാനും താമസിക്കുവാനും അനുഗ്രഹം. മക്കൾക്ക് പ്രാർത്ഥനാവരം ലഭിക്കണം. മോൻ സ്റ്റെവിന് ജോലി ലഭിക്കണം.
രാജൻ തകിടിവെളിയിൽ കലവൂർ. തൻ്റെ മകൾ അർച്ചന ഗർഭവതിയാണ്. കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ എന്തോ ചെറിയ പ്രയാസമായി കാണുന്നതായി മെഡിക്കൽ പറയുന്നു. അമ്മയെ പൂർണ്ണ സൗഖ്യം നൽകി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ അവളെ നീ അനുവദിക്കണമേ. മകളുടെയും മരുമകൻ്റെയും ജോലി തടസ്സം മാറണം. തൻ്റെ പങ്കാളി അമൃതവല്ലിയുടെ കാലിൻ്റെ വേദന സൗഖ്യം നൽകി ആ പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഉഷാകുമാരി മകൾ അമ്പിളി മെയ് 12 വിവാഹമാണ്, അത് മംഗളകരമാക്കി തരണം. സുമാമറിയ 13 വർഷമായിട്ട് അവർക്ക് മക്കളെ ലഭിച്ചിട്ടില്ല. അമ്മേ, അവർക്ക് സന്താനങ്ങളെ നൽകണമേ. മകൾ ലിജുവിന് വിദേശ ജോലി. മാനസൻ അങ്കമാലി തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം തടസ്സം കൂടാതെ പൂർത്തീകരിച്ച് അവരതിൽ ജീവിക്കുവാനുള്ള ഇടം നൽകണമേ. അമ്മേ പരിശുദ്ധ അമ്മേ മെയ്മാസ്രാണി. മഞ്ജു പത്തനംതിട്ട. മഞ്ജുവിന് എത്രയും വേഗം ജോലി ലഭിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യം സംരക്ഷിക്കണം. കടയിൽ നല്ല കച്ചവടം ലഭിക്കണം. ജിൻസി രാജു പിറവം. കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ജെറിൻ, ജോസ്, അൽഫോൺസ് ഈ മക്കൾ ഈശോയിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായി തീരണം. കടബാധ്യതയും രോഗവും മാറണം. സുകുമാരി പാതിരപ്പള്ളി. കടബാധ്യത ഇരുന്നതിനും പലിശയ്ക്ക് വാങ്ങിയ പൈസ തിരികെ കൊടുക്കുവാനുള്ള വഴിയും ബാങ്ക് കടം തീർക്കാനുള്ള കൃപയും നൽകണമേ. നിജോ അറക്കൽ. സ്ഥലം ന്യായമായ വിലയിൽ വിൽക്കണം. സ്വന്തമായ ഒരു ഭവനം വാങ്ങണം. അനുഗ്രഹം ലഭിക്കണം. തലവേദന മാറ്റി തരണമെന്ന് പ്രാർത്ഥന. വിവാഹ തടസ്സവും മാറ്റി തരണമേ. ടിനു തോമസ് മുളന്തുരുത്തി. OIT എക്സാം പാസ്സാകണം. സന്താനങ്ങളെ ലഭിക്കണം. വിദേശത്ത് ജോലി തരപ്പെടുത്തി തരണം. ടിറ്റി ബേബി ഇലഞ്ഞി. ജിറ്റുവിനെ ജോലി ലഭിക്കാൻ അമ്മ സഹായിക്കുമ്പോൾ ആൻമേരിയുടെ സുഖപ്രസവത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും അനുഗ്രഹിക്കപ്പെടുവാൻ അമ്മ കൃപയാകണമേ. ബിജു ടി. ബിന്ദു ഭവനം. ജോലി ലഭിക്കുന്നതിനും ഭവനം ലഭിക്കുന്നതിനും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിനും വേണ്ടി ആ മകൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ശാന്താമേരി. സ്ഥലം വാങ്ങുന്നതിന്, മുഴ മാറുന്നതിന്, വീട് കിട്ടുന്നതിന്, കടം തീരുന്നതിന്, മേരിക്കുട്ടി നന്നായി പഠിക്കുന്നതിന്. എലിസബത്ത്. ജൂണിൽ നടക്കുന്ന CSIR NEY എക്സാമിനേഷൻ IRF കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗേറ്റ് സ്കോർ വഴി 117 PHO അഡ്മിഷൻ ലഭിക്കണം. നഷ്ടപ്പെട്ട പണം അമ്മയെ തിരികെ കിട്ടുവാൻ വാങ്ങിയ ആൾ കൊടുക്കുവാനുള്ള കൃപ മനസ്സാകണം. ഷേളി ലൂയിസ് കാഞ്ഞിരത്താനം. അനുമോളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയെ അനുഗ്രഹിക്കണമെങ്കിൽ ഇനുമോന് ജോലി ലഭിക്കണം. അഭിഷേകത്തിൽ വളരണം. നോയലിൻ്റെ ഡ്രൈവിംഗ് പാസ്സാകുന്നതിനും വിഷ്ണുവിന് ജോലി ലഭിക്കുന്നതിനും. സ്മിത ജയ്മോൻ ഇടുക്കി. എൻ്റെ അലർജി മൂലം തുമ്മൽ ശക്തമാണ്. അമ്മയെ അലർജിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഇരട്ടകളായ മക്കളുടെ +1 റിസൾട്ടിൽ ഉന്നത വിജയം നൽകണമേ. അൽഫോൻസായുടെ അലർജി മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജയ്മോൻ ഇടുക്കി. ഹൃദ്രോഗത്തിന് സൗഖ്യം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമേ. മക്കളുടെ ഫോൺ അഡിക്ഷൻ നിന്ന് മോചനം നൽകണം. അനുപമ പീറ്റർ പൊള്ളയിൽ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് അഡ്മിഷൻ കിട്ടണം. അതിൽ പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീറ്റർ ജോസഫിന് ദൈവസ്നേഹത്തിൽ വളരുവാൻ കൃപ നൽകണമേ. അമ്മയെ പരിശുദ്ധ അമ്മയെ നിയോഗങ്ങളെല്ലാം അമ്മയുടെ പക്കലേക്ക് സന്തോഷത്തോടെയും സങ്കടത്തോടെയും ദേഹത്തോടെയും സ്നേഹത്തോടെ അർപ്പിക്കുമ്പോൾ അവരുടെ നിയോഗത്തിന്മേൽ കരുണയായിരിക്കണമേ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ഏറ്റെടുത്ത് നടത്തിയ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ആവശ്യങ്ങളുടെയും മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോർമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോർമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹാ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി തൻ്റെ ദൈവമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്ത് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ ബിംബല ഹൃദയം വഴി ഈ മക്കളെയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെ ഇടപെടണമേ. അർച്ചന പീറ്റർ പൊള്ളയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ എക്സാം നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്നതിന്, ജെസ്സിയുടെ പുതിയ ജോലി നല്ല രീതിയിൽ നടക്കുന്നതിന്, സാംസൺ USA +2 നല്ല മാർക്ക് കിട്ടുന്നതിനും ദൈവസ്നേഹത്താൽ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാംസണിന് ഒരു ജോലിയും പഠിക്കാൻ ഒരു മാർഗവും കാണിച്ചു കൊടുക്കണമേ. ജീവൻ ഔസേപ്പ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ, ഔസേപ്പിൻ്റെ മദ്യപാനം മാറുവാൻ, ഡോണിൻ്റെ പഠന തടസ്സം മാറുന്നതിന്, സ്റ്റെഫി അമ്മയുടെ സംരക്ഷണത്തിൽ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ജോസഫ് ദൈവസ്നേഹത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീനയുടെ അസുഖം പൂർണ്ണമായി മാറി വരുമാന മാർഗം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ വർഗീസ് മാർട്ടിൻ്റെ MSG വിജയത്തിന്, സനിഷ്യയുടെ 10ാം ക്ലാസ് ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ്റെയും സനിഷ്യയുടെയും മാനസികവും ആത്മീയവുമായ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. PR-ൻ്റെ തടസ്സം മാറുന്നതിനും കാശ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജി അൽഫോൻസ ഫ്രീഡം ഹൗസ് കുടുംബം വിശ്വാസത്തിൽ വളരുവാൻ, വീട്ടിലെ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി, പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിൽ രതീഷ് വലിയ പറമ്പ് പറവൂർ, ആദിൽ രതീഷ് ക്യാൻസർ മാറുന്നതിനും 4th സ്റ്റേജാണ് അമ്മേ, ആ മകനെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിട്ടാനുള്ള പൈസ തിരിച്ച് കിട്ടുന്നതിനും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ ജോർജ് തോട്ടുങ്കൽ ജസ്റ്റിന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ജോലി കിട്ടുന്നതിനും അലസത മാറുന്നതിനും വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് B മാത്യു വിസ തടസ്സം മാറി 3 പേരും കൂടെ ഒന്നിച്ച് കാനഡയിൽ സെറ്റിലാകുന്നതിന്, പടനിലത്തുള്ള വീടും സ്ഥലവും കാഞ്ഞിരപ്പള്ളിയിലെ വീടും സ്ഥലവും വിൽപ്പന നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സന്തോഷത്തിലും സമാധാനത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെഫറി ജോസഫ് വിസ തടസ്സം മാറുന്നതിനും വീട്ടിൽ സ്നേഹവും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ത്രീകുട്ടൻ വിസ തടസ്സം മാറുവാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും എൻ്റെയും കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സ്നേഹം, സമാധാനം, ഐക്യം എന്നിവ ഉണ്ടാകുവാൻ ഭാവന ജിബിലി ന്യൂസിലാൻഡിലേക്കുള്ള വർക്കിംഗ് വിസയുടെ തടസ്സം മാറുന്നതിനും ജിജോ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച വിസ ലഭിക്കുവാൻ അപേക്ഷിക്കുന്നു. ആര്യമോൾ സുരേന്ദ്രൻ കോട്ടയം ജർമ്മനിയിലേക്ക് വേഗം പോകുന്നതിനും ജർമ്മൻ എക്സാം 3 എണ്ണം പഠിക്കാൻ എളുപ്പമാകാനും ഭർത്താവിനെ വിജയപ്രദം ആക്കുവാൻ ആനി ആൻ്റണി മാതാവേ, ഞാൻ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകല്ലേ. ഞാൻ OBT നോക്കണോ ഗൾഫിൽ നോക്കണോ? എനിക്ക് പറഞ്ഞു തരണമേ. എന്നെ വിജയിപ്പിക്കണമേ. ഷെയറിലെ നെക്സ്റ്റ് എക്സാം വിജയിപ്പിക്കണമേ. ഡോണോ മരിയ പാറയിൽ OBT എക്സാം ആദ്യത്തെ പ്രാവശ്യം ജയിക്കുന്നതിന് OBTക്ക് പകരം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഓഫർ ലെറ്റർ ലഭിക്കുന്നതിന് മകൻ നന്നായി പഠിക്കുന്നതിന് കാമറോൺ MBBS എക്സാം വിജയിക്കുന്നതിന് വേണ്ടി ദൈവാനുഗ്രഹത്തിന് വേണ്ടി ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വേണ്ടി സിബി ജോസ് പാല സാമ്പത്തിക ബാധ്യത, മകളുടെ വിവാഹം, മരുമകൾക്ക് നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി ലിബിന ഷെറീൻ അട്ടപ്പാടി OET എക്സാം പാസ്സാകുവാനും UK പോകുവാനും സ്ഥലവും വീടും വിൽക്കുവാനും ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീന സെബാസ്റ്റ്യൻ പൂങ്കാവ് മകളുടെ വിവാഹം മംഗളമായി നടക്കുവാൻ മകൻ്റെ വിദ്യാഭ്യാസം ചിട്ടി വീഴുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബി സിറിയക് കുടിലിൽ വിവാഹം നടക്കുവാനും റോണിയുടെ വിവാഹം, ജീനയുടെ വിവാഹം, ഈ മക്കളുടെ വിവാഹം നടക്കുവാനും സിറിയക് എബ്രഹാം കുടിലിൽ ബിസിനസ്സിൻ്റെ ആവശ്യം ജപ്തി മാറുന്നതിന് വേണ്ടിയും ജോളിയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ സുദർശനൻ സംഗീത പുത്തൻപുരയ്ക്കൽ ഇടുക്കി എൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നം പരിഹരിച്ചു തരണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ. മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെജീന വർഗീസ് വലിയ ഹൗസ് എൻ്റെ മകളുടെ PG എക്സാം പാസ്സാകുന്നതിന്, വിവാഹം നടക്കുന്നതിന്, +2 എക്സാം പാസ്സാകുന്നതിന്, സഹോദരി ക്യാൻസർ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാക്വിൻ അലോഷ്യസ് ഭർത്താവിനെ സ്വന്തമായി സ്ഥലം ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കണമേ. മക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീനി എൻ്റെ ജോലി ശരിയാകാൻ, എൻ്റെ സങ്കടങ്ങൾ മാറിക്കിട്ടുവാൻ, മെഡിസിനിൽ നിന്നും മാറിക്കിട്ടാൻ. മറിയമ്മ രാജു മോട്ടിവില്ല UK പഠിക്കുന്ന മകൻ മെബിനെ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന വിഷയത്തിന് ഉന്നത വിജയം ലഭിക്കുന്നതിന്, മെബിന് വിസ സാധ്യതയുള്ള ഒരു നല്ല പാർട്ട് ടൈം ജോലി ലഭിക്കുന്നതിന്, 13 സെൻറ് സ്ഥലം വിൽക്കുന്നതിന്. സെബിൻ സെബാസ്റ്റ്യൻ ആലുവ ഇന്ന് എൻ്റെ ജന്മദിനമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും അമ്മേ എനിക്ക് നൽകണമേ. എൻ്റെ അച്ഛൻ്റെ സ്ഥാപനം തുടങ്ങുവാനുള്ള കൃപ. എനിക്ക് 29 വയസ്സായി. വിവാഹം നടക്കണം. കാർമൽ മായിത്തറ എൻ്റെ വിവാഹം, എനിക്കൊരു ജോലി, എനിക്ക് സഹോദരിക്ക് ജോലി, ടോളിൻ്റെ പഠനം. ജിനി കുര്യൻ വെട്ടുകാട് ചങ്ങനാശ്ശേരി ഭർത്താവിന് ആഗ്രഹിക്കുന്ന ജോലി പ്രവേശിക്കുവാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബം ഒന്ന് ജീവിക്കാൻ, അമ്മച്ചിയുടെ വാർത്തക സഹജമായ എല്ലാ അസുഖങ്ങളും മാറുവാൻ. ജസ്ബ പാല ഏപ്രിൽ 30 നടന്ന ഇന്റേൺഷിപ്പ് പാസ്സാകുന്നതിന്, FMG മെഡിക്കൽ എക്സാം വിജയിക്കുന്നതിന് പ്രാർത്ഥിക്കണം. ജിഷ ജോസ് ഭർത്താവിന് നല്ല ഒരു ജോലി കിട്ടുവാൻ, മകന് 10ാം ക്ലാസ് ഉന്നത വിജയത്തിന് അഡ്മിഷൻ കിട്ടുവാനും, മോൾക്ക് നല്ല രീതിയിലുള്ള പഠനം, എൻ്റെ വയറ്റിലെ അസുഖം മാറുന്നതിനും. ബെറ്റി ഹെൻറി 3 ലക്ഷം രൂപയും ആധാരവും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിന് വഴി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പുതിയ ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസി പോൾസൺ, കോലഞ്ചേരി. എത്രയും വേഗം ഭവനത്തിലെത്തുവാൻ 16 വർഷമായി അമ്മേ. മകളുടെ മെഡിക്കൽ പരിശോധനയിൽ ക്യാൻസറിൻ്റെ അസുഖം ഇല്ലാതിരിക്കാൻ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ. അനീഷ് ബെന്നി, അനീഷിൻ്റെ പരീക്ഷ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിൻസിയുടെ ശരീരത്തിലെ തടിപ്പ് മാറുവാൻ. അഷ്ലിക്ക് UK പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിന്. സാബു കുബാൻ ഫാമിലി, സ്നേഹമോളുടെ അസുഖം മാറുന്നതിന്. മാതാവിൻ്റെ സംരക്ഷണം ജോലി കിട്ടുന്നതിന്. മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തിയും അനുഗ്രഹവും ഉണ്ടാകുന്നതിന്. കൊച്ചുറാണിയുടെയും ജോർജിൻ്റെയും ജീവിതത്തിൽ അമ്മ മാതാവ് ഇടപെടണമേ. മെയ് 1-ാം തീയതി കാനഡയ്ക്ക് പോകുന്ന അന്ന മരിയയുടെയും എൽസ മരിയയുടെയും കൈ അമ്മ പിടിച്ച് നയിക്കണമേ. മിന്നുമോൾക്ക് 98% മാർക്കും MBBS അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക്ക് ചിറയിൽ പറമ്പ്, കാട്ടൂർ. മക്കളുടെ പഠനം പൂർത്തീകരിക്കാൻ, സ്വന്തമായി ഭവനം ലഭിക്കുവാൻ, കടബാധ്യത തീരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുപമ ബിഞ്ചു ജയറാം +2 ഉന്നത വിജയം ലഭിക്കുന്നതിന്. ഭരത് ജയറാം നന്നായി പഠിക്കാൻ, എയ്സേറ്റ് നല്ല രീതിയിൽ നടക്കാൻ. സുധർമ്മ ആര്യ ശശിയുടെ വിവാഹം തടസ്സം മാറി നടക്കുന്നതിന്. ഷെറീൻ മാത്യു പാല, എൻ്റെ തലവേദന മാറുന്നതിന്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ സാധിക്കുന്നതിന്. കുടുംബസമാധാനവും UK പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഗീസ്, ഡാഡിയുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയും കുടുംബത്തിലുള്ള എല്ലാവർക്കും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങളുടെ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് വിശുദ്ധ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹ്യോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും സ്ത്രീയന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. ആമേ. അമ്മേ പരിശുദ്ധ അമ്മേ, വണക്കമാസത്തിന് യോഗ്യയായവളെ, അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അഞ്ജു ഷിബു തൻ്റെ ഏപ്രിൽ 30 NHS ജോലി ലഭിക്കണം. തൻ്റെ വിവാഹത്തിന് ആവശ്യമായ വിവാഹ ആവശ്യത്തിന് അമ്മയുടെ അനുഗ്രഹം വേണം. നല്ലൊരു ജീവിത പങ്കാളിയായി ലഭിക്കുവാൻ അമ്മ കൃപയാകണം. ജോമോൻ വടക്കേവിളിയിൽ കണ്ണങ്കര പറമ്പിൽ കൂടിയുള്ള വഴി നടത്തം മാറ്റി കിട്ടണം. ചുറ്റുമതിൽ കെട്ടുന്നതിനുള്ള അനുവാദം അമ്മ തന്നെ നൽകണം. വീട് പണി നടക്കണം. മക്കൾ പരീക്ഷയിൽ ജയിക്കണം. സ്റ്റെഫി സാജു പുന്നേക്കാട്ടൂർ മെയ് 1 ഇന്നേ ദിവസം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അമ്മയെ കൃപയാകണം. ഭർത്താവിന് നല്ലൊരു സാലറി ലഭിക്കണം. മക്കൾ നല്ലപോലെ വളരണം. സ്കറിയ ജോസഫ് കുന്നേക്കാട്ട്, അമ്മയെ പരിശുദ്ധ അമ്മേ, മരിയാമോളുടെ B2 എക്സാമിനേഷൻ 4-ാം തീയതി നടക്കുമ്പോൾ അവൾക്ക് ആവശ്യമായ മൊഡ്യൂൾ നൽകി അവളെ അനുഗ്രഹിക്കണം. താമസം കൂടാതെ ആദ്യ ഇൻടേക്കിൽ തന്നെ പേപ്പർ വർക്കുകൾ പൂർത്തിയായി ഇൻറ്റാരിങ്ങിൽ പാസ്സാകുന്നതിന് കച്ചവടം നടക്കുവാനും തടി നല്ല വിലയിൽ വിൽക്കുവാനും അമ്മ അനുവദിക്കണം. സുവർണ കോഴിക്കോട് ഭവന പണി പൂർത്തീകരിച്ച് നൽകണമേ. മക്കൾ 2 പരീക്ഷയിൽ വിജയിപ്പിക്കണമേ. ഭവനത്തിൻ്റെ പൂർത്തീകരണം. ജയമ്മ ആലപ്പുഴ തൻ്റെ യൂട്രസിൽ വന്നിരിക്കുന്ന രോഗാവസ്ഥയ്ക്ക് സൗഖ്യം. എൻ്റെ മകളും മരുമകനും സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുവാൻ വേണ്ട കൃപ. മകളും മരുമകനും പുറം രാജ്യത്ത് പോയി നല്ല സാലറിയോടുകൂടെ ജോലിയെടുക്കുവാനുള്ള അനുഗ്രഹം. ടിജ മാത്യു പാല സ്വന്തമായ ഒരു ഭവനം ലഭിക്കണമേ. ഞങ്ങളുടെ സ്ഥലം നല്ല വിലയിൽ വിൽക്കുവാൻ അമ്മയുടെ അനുഗ്രഹം. മാതാവ് ഞങ്ങളുടെ 5 പേരുടെയും കൂടെ ഉണ്ടാകണം. സിറിൽ മംഗലപ്പുഴ കൊല്ലം, അമ്മയെ പരിശുദ്ധ അമ്മയെ തൻ്റെ അലർജി രോഗം മാറ്റണം. കേസുകളും കടബാധ്യതകളും മാറ്റിത്തരണം. മേരി മെറിൻ ബെൻസൺ കനീഷ ലാലു സിമയോൺ അൽഫോൻസ മാനുവൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. റിയ ജോസഫ് മാതാവെ +2 പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ ജയിക്കുവാൻ അമ്മ അനുഗ്രഹിക്കുമ്പോൾ അവളുടെ ഭാവിയും അമ്മ തന്നെ തീരുമാനിച്ചു കൊടുക്കണമേ. എന്നെയും എൻ്റെ ചേച്ചിയെയും ചേട്ടനെയും ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. എൻ്റെ അങ്കിൾ ജസ്റ്റിൻ പ്രിൻസ് ഇരുവരുടെയും വിവാഹ തടസ്സം മാറ്റി വിവാഹമെന്ന ഉദാശയിലൂടെ പങ്കാളികളെ നൽകണമേ. നിർമ്മല അൽഫോൻസ് പൂത്തുറ മകൻ്റെ ബിസിനസ്സിൽ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുവാൻ അവനെ അനുഗ്രഹിക്കുമ്പോൾ മകൻ്റെ വിദേശത്ത് പോകാനുള്ള വിസ ശരിയാക്കി നൽകണമേ. കുടുംബത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജി ജോസഫ്, അലീന ജോസഫ്, അമ്മേ ഞങ്ങൾ എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞ് 2 പേരും ഒരുമിച്ച് തിരിച്ചു പോകുവാൻ വേണ്ടുന്ന അനുഗ്രഹം നൽകണമേ. സ്ഥലത്തിൻ്റെ തടസ്സം മാറ്റി അത് വിറ്റിട്ട് വേണം എൻ്റെ മകളെ വിവാഹം ചെയ്യുവാനും അതിൻ്റെ ചെലവിലേക്കുള്ള പണം സ്വരൂപിക്കുവാനും വിസ തടസ്സം മാറ്റി തരണമേ. ഷേളി കൊല്ലം തൻ്റെ പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിൽക്കുവാനുള്ള ലൈസൻസ് ലഭിക്കണം. പുതിയതായി തുടങ്ങുവാനിരിക്കുന്ന സംരംഭത്തിൻ്റെ വിജയം, കുടുംബത്തിൻ്റെ സംരക്ഷണം. ഷൈനി പുത്തൻപറമ്പിൽ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനത്തിൻ്റെ മധ്യസ്ഥെ, മെയ് മാസത്തിന് വണക്കത്തിന് യോഗ്യയായവളെ. ആകാശ് പഠിക്കണം. ഷൈനിൻ്റെ തൈറോയിഡ് മാറണം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. സനിയാനിൽ തൻ്റെ ഭർത്താവിൻ്റെ രോഗപീഠകളാൽ വേദനിക്കുന്ന ജീവിത പങ്കാളിക്ക് സൗഖ്യം നൽകണമേ. മക്കൾക്ക് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ.
സജന കോഴിക്കോട് മകന് നല്ല മാനസിക ആരോഗ്യം നൽകണം, ജോലി ലഭിക്കണം. രണ്ടാമത്തെ മകന് +2 ഉന്നത വിജയം. ജോസിന ആൻഡ് ജോസ്, അമ്മേ പരിശുദ്ധമ്മേ, ടെൻഷൻ മാറ്റണമേ, വിവാഹ തടസ്സം മാറ്റി വിവാഹമെന്ന ഉദാശ സ്വീകരിപ്പിക്കണമേ, കടബാധ്യതയും ജപ്തി നടപടികളും ഒഴിവാക്കണമേ. റിജു കിഷോർ എറണാകുളം, മകൻ ദൈവകൃപയിൽ വളരണം, സ്വന്തമായി വീടും സ്ഥലവും ലഭിക്കണം, കുടുംബത്തിൽ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും. അഞ്ജീന കളക്കരപ്പള്ളി, തൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വന്നിരിക്കുന്ന വെള്ളമുടി മാറ്റിത്തരണം, ഭർത്താവിൻ്റെ അലർജി മാറണം, സ്വന്തമായ ഒരു ഭവനം അമ്മ നൽകണമേ. സേന UK, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ്ബെൻ, സമാധാനത്തിലും സന്തോഷത്തിലും ലണ്ടനിൽ ജോലി ചെയ്യുവാനും കുടുംബസമാധാനം കിട്ടുവാനും റോണി ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി വിദേശത്ത് നഴ്സിംഗ് ജോലി ലഭിക്കുവാൻ. ലീന ഫിലോമിന, ഇളമക്കര, എല്ലാവിധ രോഗാവസ്ഥയിൽ നിന്നുള്ള മോചനം. ഡേവിഡ് റിച്ചാർഡിനെ ദൈവസ്നേഹത്തിൽ നിറക്കണം. ഡോമിസ് ആൻ്റണി, ജൂബിക്ക് BTech നല്ല മാർക്കോടെ ഈ കൊല്ലം പാസ്സാകണം. വിൻസി ജോഫി, ആക്കൽ കിഴക്കേതിൽ, മകൻ്റെ റീജിലിൻ്റെ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന രോഗത്തിന് സൗഖ്യം, ഭർത്താവിൻ്റെ സാലറി വർദ്ധിക്കണം, കടങ്ങൾ വീട്ടണം. ലിൻസ് ജോസ്, ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കണം, വിദേശത്ത് പോകാനുള്ള അനുവാദം ലഭിക്കണം, കുടുംബസമാധാനം. സായ്വി രൂപേഷ്, മെയ് 1 ദിവസം വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന ഞങ്ങളെ നീ കാരുണ്യപൂർവ്വം വീക്ഷിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഭർത്താവിൻ്റെ രോഗശാന്തി, എല്ലാവർക്കും ആയുരാരോഗ്യം. അനു അഗസ്റ്റിൻ, ജർമ്മൻ കിട്ടാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, പ്രാർത്ഥനയിൽ ഭയം കൂടാതെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ. ബോസിനി സാറ, മോളിപ്പറമ്പിൽ, 10ാം ക്ലാസ് റിസൾട്ടിൽ 90+ മാർക്ക് കിട്ടണം, സെൻറ്റ് തെരേസസ് വാഴപ്പള്ളി സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണം. വിനയമുള്ള സ്വഭാവം ലഭിക്കണം. ജീവൻ, BSc നഴ്സിംഗ് പഠനം പൂർത്തീകരിക്കുന്നതിനും എല്ലാ വിഷയങ്ങൾക്കും വിജയിക്കുവാനും ദൈവവിശ്വാസത്തിൽ വളരുവാനും. അലൻ മാർട്ടിൻ, IELTS എക്സാം റിസൾട്ട് പാസ്സാകണം, റിയലിൻ്റെ പഠിക്കുവാനുള്ള മടി മാറണം, എൻ്റെ മക്കളെ ഈശോയുടെ മക്കളാക്കി വളർത്തണം. നിഷാമോൾ, എനിക്ക് ജിജു ചേട്ടന് കാനഡയിൽ മെയ് മാസത്തിൽ തന്നെ നല്ല ഒരു ജോലിക്ക് കയറാൻ സാധിക്കുവാൻ അമ്മ ഇടയാക്കുമ്പോൾ അരുണിൻ്റെ വിസ മെയ് മാസത്തിൽ പാസ്സായി വരാൻ വേണ്ടി അമ്മ അനുഗ്രഹിക്കണം, കടങ്ങൾ തീർത്തു തരണം. ജീന ജോസഫ്, അയർലൻഡിലെ ജോലി പോകാതെ വേറൊരു ജോലി നോക്കുന്നതിന് വേണ്ടിയും എനിക്ക് ഭർത്താവിനും ഒരുമിച്ച് ജോലി ചെയ്യുവാനുള്ള അനുഗ്രഹവും കുടുംബത്തിൽ എല്ലാവർക്കും രോഗസൗഖ്യം. സൂര്യാഹ, കോഴിക്കോട്, മകളുടെ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് അവളെ നല്ല ബോധ്യത്തിലും സ്നേഹത്തിലും ഞങ്ങൾക്ക് തിരികെ നൽകണമേ, കുടുംബസമാധാനം ഉണ്ടാകണമേ, അമ്മയുടെ ആധാരം എടുത്തു കൊടുക്കുവാൻ അമ്മ സഹായിക്കണമേ. സജിൻ TK, തട്ടാരുകുടിയിൽ, കോഴിക്കോട്, ഗവൺമെൻറ് ജോലി നൽകണം, വിവാഹം നടക്കണം, ഹൃദയമിടിപ്പിലെ വേരിയേഷൻ മാറ്റിത്തരണം. ഐറിൻ ഫ്രാൻസിസ്, ബാംഗ്ലൂർ, 2019 നടന്ന കാർഡിയോളജി സർജറിക്ക് ശേഷമുള്ള സങ്കീർണത ഒഴിവാക്കി തരണമേ, പുതിയൊരു ഭവനവും നൽകണം. പ്രവീൺ, തൊടുപുഴ, ഭർത്താവിൻ്റെ ജോലി തടസ്സം മാറ്റി ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും UK-യിൽ താമസിക്കുന്നതിനുള്ള സൗകര്യവും വീടും ലഭിക്കുവാനും എനിക്കൊരു ജോലി നൽകുവാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മ, വരപ്രസാദ മാതാവേ, മെയ് മാസറാണി, വണക്കത്തിന് യോഗ്യയായവളെ, ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഈ മക്കളുടെ നിയമങ്ങളോട് ചേർത്ത് നാളിതുവരെ ഇവിടെ വണക്കം നടത്തിയിട്ടുള്ള മക്കളും ഒക്ടോബറിൽ നടന്ന് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരും നാളിതുവരെ ഉടമ്പടി എടുത്തവരും തീർത്ഥാടന ഉടമ്പടി നടത്തിയവരും ഡൈറ്റേ ക്യാൻറ്റീനിലും ഓൺലൈൻ ഉടമ്പടി എടുത്ത മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ഉയർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ഉയർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ഉയർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ഉയർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ വരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ വരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ വരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ വരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ വരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ വരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം, നമ്മുടെ കർത്താവ് ശമിശ ഉയർത്തെഴുന്നേറ്റ് കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ നിയോഗങ്ങൾ അമ്മയുടെ മുമ്പിൽ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ ഇടപെടണമേ. പെർമിറ്റ് ശരിയാകുന്നതിന് വേണ്ടി ഡെൽവിൻ കോനുക്കുടി കോട്ടയം, ഡെൽവിന് വർക്ക് പെർമിറ്റ് ശരിയാകുവാനും ജിഷിൻ OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബം ജീവിതം നയിക്കുവാൻ വേണ്ടി ഡോണ BDS പഠിക്കുന്ന ഈ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയും റിജി ജോർജ് കോട്ടപ്പുറം മകളുടെ അസുഖം മാറുന്നതിനും വിവാഹം നടക്കുന്നതിനും രണ്ടാമത്തെ മോൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻസി അനീഷ് പിറവം, ആരോൺ 5 വയസ്സ്, നന്നായി സംസാരിക്കാനും എല്ലാ ബുദ്ധിവൈകല്യങ്ങൾ മാറാനും അടുത്ത വർഷം സ്കൂളിൽ വിടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീനയ്ക്ക് SSLC ഫുൾ A+ കിട്ടാനും ശ്വാസമുട്ടൽ മാറുന്നതിനു വേണ്ടിയും അനീഷിന് സാലറി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർഷിക് പായ്പാട്, അമ്മേ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടലെല്ലാം മാറ്റിത്തരണമേ, കുഞ്ഞാഹാരം കഴിക്കുന്നതിന് മടി കാണിക്കരുതേ, കുഞ്ഞിനൊരു അസുഖവുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കണം. എൻ്റെ അമ്മേ, അനുമോൾ ചാലക്കുളത്ത് പരിയാരം, അനുമോൻ്റെ വീട് പണിയുന്നതിനും തടസ്സം മാറുന്നതിനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനും നിമ്മി തിരികെ വരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടൊസി ജോൺ എബിൻ എൻജിനീയറിംഗ് പാസ്സാകാൻ, അവൻ നല്ല രാജ്യത്തേക്ക് ജോലിക്കായി പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽപ്പന നടക്കണമേ. അഖിൽ 16 ഡീക്കൻ പട്ടം ലഭിക്കുന്നതിനും കുടുംബത്തിൽ രോഗസൗഖ്യം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കറോൺ തോമസ്, കറോണിൻ്റെ BSc നേഴ്സിംഗ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം പാസ്സാകുന്നതിനും ജസ്വിൻ SSLC എക്സാം ഫുൾ A+ ലഭിക്കുന്നതിനു വേണ്ടിയും
അഞ്ജലി മോളുടെ പഠന തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രമ്യ ഗംഗാധരൻ വടക്കേ ഭാഗത്ത്, എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസറായി കൊണ്ടിരിക്കുന്നു, അത് പൂർണ്ണമായി മാറ്റി തരണമേ. എനിക്കൊരു വീട് പണിയാനുള്ള നിയോഗം ഉണ്ടാകണമേ. സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുവാൻ പറ്റണമേ അമ്മേ. നിഷിബു, വീട് പണികൾ റേറ്റിട്ട് കിട്ടാനും ജോലിക്കാരെ കിട്ടാനും കുഞ്ഞ് നല്ലവണ്ണം സംസാരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണയ സ്വർണം തിരിച്ചെടുക്കുവാൻ വേണ്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെനീഷ്യ, കളപ്പുറം, ഡെൽഫിന് മെയ് 20 എയർപോർട്ടിൽ നല്ല ജോലി ലഭിക്കുന്നതിനും ബെനി നല്ലതുപോലെ പഠിക്കുവാനും അമ്മ ഡെൽവിക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുവാനും അമ്മയെ പ്രാർത്ഥിക്കണമേ. ബെർജിൻ ജോസ്, സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാനും കുഞ്ഞിനെ ലഭിക്കുവാനും ചേച്ചിക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോളമൻ മാത്യു പള്ളിപ്പാട്, എൻ്റെ കരൾ രോഗം മാറി സൗഖ്യം ലഭിക്കാൻ ജോജിയുടെ മദ്യപാനം മാറണമേ. മമ്മിയെ സൗഖ്യമാക്കണമേ. റിബി സേവിയർ, എറണാകുളം, മകൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം എത്രയും വേഗം നടക്കുന്നതിന് വേണ്ടിയും. ജോയി സൂസൻ, ബേസിൽ, ബോണി, മൂവാറ്റുപുഴ, ബേസിലിൻ്റെ വിവാഹം നടക്കുന്നതിനും ബോണിമോൻ്റെ തലയിലെ താരൻ മാറുവാനും സൂസൻ്റെ നടുവേദന, കാൽ തരിപ്പ്, ജോയിസിൻ്റെ സോറിയാസിസ് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാരിസ് റൂബി, എറണാകുളം, മോണകളുടെ ഉള്ളിൽ 10 അധിക പല്ലുകൾ സർജറി കൂടാതെ സൗഖ്യപ്പെടുന്നതിന്, ആഴമായ ദൈവഭക്തിയും വിശുദ്ധിയും അനുസരണയും ഉണ്ടാകുന്നതിനും 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കുന്നതിന് 95 9.5 കുറയാത്ത HGPA കിട്ടുന്നതിന്, KV വർക്കി കൊയ്ക്കര, ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്നും സൗഖ്യം തന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരവും വിടുതലും ഉണ്ടാകുവാനും കടബാധ്യതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈജു, എറണാകുളം, മാനസാന്തരം ഉണ്ടാകുന്നതിനും വിശുദ്ധിയും വിശ്വസ്തതയും ഉണ്ടാകുന്നതിനും രോഗശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹ ആൽബിൻ, കൊച്ചിക്കാരൻ, ചെട്ടിക്കാട്, പരീക്ഷയിൽ മുഴുവൻ വിഷയം ലഭിക്കുവാനും സർക്കാർ ജോലി ലഭിക്കുന്നതിനും മകനെ സർക്കാർ ജോലി ലഭിക്കുവാനും. ഗ്ലോറി, തോട്ടം വീട്, കടുവാക്കുഴി, ഡെൽവിനെ എയർപോർട്ടിൽ മെയ് 30 സ്ഥിര ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനും പെനിയയ്ക്ക് ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും. ടിൻസ് തോമസ്, ടിൻസുവിന് ജോലി തടസ്സം മാറി സ്ഥിര ജോലി വിവാഹവും നടക്കുന്നതിനും ടിനുവിൻ്റെ PR-ൻ്റെയും ജോലിയുടെയും തടസ്സം മാറി PR എത്രയും വേഗം പെട്ടെന്ന് കിട്ടുന്നതിനും വിവാഹം നടക്കുന്നതിനും. അച്ചായൻ്റെ അസുഖങ്ങൾ മാറി നല്ല ഉറക്കം കിട്ടുന്നതിനും. നീതു ബേബി, മലയാറ്റൂർ, വിവാഹം നടക്കുന്നതിന് വേണ്ടിയും സഹോദരന് ജോലി ലഭിക്കുവാനും അപ്പച്ചൻ്റെ കാൽവേദന മാറുവാനും. റോസ് മെരിയ ഫ്രാൻസിസ്, തൃശ്ശൂർ, എനിക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വിസ തടസ്സം മാറുന്നതിന്, എൻ്റെ ഭർത്താവ് ഉറച്ച ദൈവവിശ്വാസത്തിലേക്ക് വരുന്നതിനും എൻ്റെ കൂട്ടുകാരിയുടെ അസുഖം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിഫിൻ വർഗീസ് തോമസ്, പരുമല, പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ആത്മീയമായി വളരുന്നതിനും MCA വിത്ത് A1 നല്ല കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും ഉത്തരവാദിത്വ ബോധവും മാതാപിതാക്കളുടെ സ്നേഹവും ആദരവും ഉണ്ടാകുവാൻ വേണ്ടിയും. ചാക്കോച്ചൻ KC, ക്യാൻസർ പൂർണ്ണമായി മാറുന്നതിനും മകൻ്റെ വിവാഹം നടക്കുന്നതിനും സാമ്പത്തിക ഉയർച്ച നൽകി കടഭാരം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഗി ജോയി, പറവൂർ കൈതാരം, എൻ്റെ വീടിൻ്റെ കേസ് തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒന്ന് വിറ്റ് പോകുന്നില്ല, സാമ്പത്തിക തകർച്ച മാറുവാൻ, ലോൺ അടയ്ക്കുവാനുള്ള വഴി, കടം മാറുവാൻ. മരിയ പുഷ്പ, കുന്നേക്കൽ ഹൗസ്, ഇടക്കൊച്ചി, മകളുടെ പഠന വിഷയങ്ങൾ എളുപ്പമാകുവാൻ നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. ബിന്ദു ജോർജ്, ആട്ടോക്കാരൻ, എറണാകുളം, ചാച്ചൻ്റെ രോഗശാന്തിക്ക്, ചാച്ചന് ഒരു അനുതാപം ഉണ്ടാകുന്നതിന്, അമ്മച്ചിക്ക് ഒരു അനുതാപം ഉണ്ടാകുന്നതിന്. അമല അബി, തൊടുപുഴ, അമലയ്ക്ക് UK-യിൽ ജോലി ലഭിക്കാൻ, നേഴ്സിംഗ് പരീക്ഷ, BTech പരീക്ഷ, വർക്കിംഗ് വിസ ലഭിക്കുവാൻ. ജോസ് ജോബിൻ, കുരിശിങ്കൽ, തുമ്പോളി,
വിദേശത്ത് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ, വീട് പണി പൂർത്തീകരിക്കുവാൻ, വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ. ഷിജി PP പുത്തൻപരയ്ക്കൽ ആലുവ. കുടുംബം മുഴുവൻ വിശ്വാസത്തിലേക്കും വിശുദ്ധി പ്രാപിക്കുവാനും ഇടവരുത്തുന്നതിനുമേ അമ്മയുടെ നഷ്ടപ്പെട്ട മാല കണ്ടെത്തുന്നതിന് അനുഗ്രഹം നൽകണമേ മാതാവേ. മറിയം രോഗസൗഖ്യം ലഭിക്കുവാൻ, ചിനോയ്ക്ക് ജോലി ലഭിക്കുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ. ലില്ലിക്കുട്ടി ഫ്രാൻസിസ് കോളരിക്കൽ. സാമ്യമോൾക്ക് 70% മാർക്ക് മെഡിക്കൽ കോഴ്സിന്. കിസ്മോൾ ഭവനം പണിത് താക്കോൽ കൈമാറണം. ക്രിസ്റ്റീന കല്യാണം നടക്കണം, വീട് പണി നടക്കണം. മേരി ആൻജി കപ്പരുമല. കാനഡയിൽ സോഷ്യൽ വർക്കറായി ജോലി ലഭിക്കുന്നതിന്, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന്, കഴുത്തിൻ്റെയും നടുവിൻ്റെയും വേദന മാറുന്നതിനും, മകൻ്റെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറുന്നതിന്. ഷൈനി ജോസഫ് പെരുമല. UK ജോബ് വിസ ലഭിക്കുന്നതിന്, UK പോയതിൻ്റെ കടങ്ങളെല്ലാം വീടുന്നതിന്. ഷാനിയുടെ ഭർത്താവ് ഐബിൻ ജേക്കബിന് നല്ല ജോലി ലഭിക്കുന്നതിന്. രഞ്ജൻ ആൻ്റണി പെരുമല. പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം മാറുന്നതിന്, യൂറിൻ കൺട്രോൾ ലഭിക്കുന്നതിന്, മാനസികമായ എല്ലാ ടെൻഷനും മാറുന്നതിന്. ഡിബിൻ രാജൻ ഖത്തറിൽ ജോബ് വിസ ലഭിക്കുന്നതിന്, കുടുംബസമാധാനം കിട്ടുന്നതിനും പപ്പായുടെ രോഗശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബെൽസാഗ് ജോസ് ആലയ്ക്കൽ ചാരുപാറ. ബെൽസാഗ് OET എക്സാം പാസ്സാകുന്നതിന്, തടസ്സം കൂടാതെ പുറത്ത് പോകുന്നതിന്. വിധോബൻ ജോസിക്ക് SSLC എക്സാം ഉപരിപഠനത്തിന് SSLC എക്സാമിന് നല്ല മാർക്ക് ലഭിക്കുന്നതിനും, ഉപരിപഠനത്തിന് ബയോളജി സയൻസ് ഗ്രൂപ്പ് കിട്ടുന്നതിനും. ബെൻഡിക്റ്റ് ജോണിന് ജോലി എളുപ്പം ആകുന്നതിനും ശമ്പളം കിട്ടുന്നതിനും. എഡ്വേർഡിന് ദേഷ്യവും വാശിയും പ്രാർത്ഥിക്കാനുള്ള മടിയും ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ. എഡ്വേർഡിന് ധൈര്യവും പഠിക്കാനുള്ള അലസതയും മാറിക്കിട്ടുന്നതിന്. എഡ്വേർഡ് ജോഷി അനിലിന് കൂടെ വരുന്ന രോഗങ്ങൾ മാറുന്നതിന്. സുമ തോപ്പിൽ ഹൗസ് ബഹ്റൻ. എനിക്ക് ജോലി ലഭിക്കുന്നതിന്, എൻ്റെ മകളുടെ എക്സാം പാസ്സാകുന്നതിന്, എൻ്റെ ആങ്ങളയുടെ കടം എല്ലാം മാറ്റിത്തരണം, വഴി കാട്ടണമേ. സുസ്മിതയുടെ തൻ തോപ്പിൽ ഹൗസ്. എൻ്റെ അമ്മയുടെ ജോലി ശരിയാക്കി കൊടുക്കണം മാതാവേ, എൻ്റെ എക്സാം പാസ്സാക്കി തരണമേ. OET പഠിക്കാൻ പാസ്സാകുവാനും അനുഗ്രഹിക്കണമേ. അലോഷ്യസ് എൽസമ്മ പാല്യത്ത് തയ്ക്കൽ. 37ാം വിവാഹ വാർഷികം ദൈവത്തിന് നന്ദി പറയുന്നു. മകനും കുടുംബവും ദൈവവിശ്വാസ ജീവിതം നയിക്കുവാനും മകൻ ഗോഡ്സണിന് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് ഷൈജു തൃശ്ശൂർ. എൻ്റെ സൗദി ജോലിയും മുംബൈ ഓൺലൈൻ ജോലിയും നൽകണമേ. വീട് പുതുക്കി കുറച്ചുകൂടി വലുതാക്കി തരണമേ. എൻ്റെ ഡിസ്ക് പ്രശ്നം സൗഖ്യം ലഭിക്കണമേ. മോളിക്കുട്ടി കെന്നഡി തമ്പലക്കാട്. മകളുടെ വിവാഹം നടക്കുന്നതിനും സ്ഥലം വിൽപ്പന തടസ്സം കൂടാതെ മാറുന്നതിന്. തെരേസ മകൾ ഉടമ്പടി പ്രാർത്ഥനയിൽ തുടരാനും. ജോസ് തരകൻ ഫാമിലി. അനുഗ്രഹം ലഭിക്കാൻ, ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാകാൻ, ആരോഗ്യം ലഭിക്കാൻ. അജിത ബാബു കളത്തുങ്കൽ ഇത്തിത്താനം. ആഷിഖ് ബാബുവിനെ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുവാൻ. എന്തുവിനെ പരീക്ഷ വിജയത്തിന്, രോഗസൗഖ്യം ലഭിക്കാൻ. ജാൻസി പോളി ഇടശ്ശേരി അങ്കമാലി. മെയ് 1-ാം തീയതി ഭവനം തുടങ്ങുന്നതിനും അനുഗ്രഹിക്കണമേ. മകൾക്ക് SSLCക്ക് ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നന്മ ഈ നിയോഗങ്ങളെല്ലാം അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള പേരിച്ചൊല്ലണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദൈവരഹസ്യം. പരിശുദ്ധ മാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദൈവമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ധരിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമണി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. ആമേ. അമ്മേ പരിശുദ്ധമ്മ, ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് മെയ്മാസ റാണിയോട് അപേക്ഷിക്കുവാനുള്ളത്, കൃപാസനം എന്ന ഈ പുണ്യഭൂമി നൽകിയ നിൻ്റെ വലിയ കരുതന്നെ ഓർത്തും നിൻ്റെ സ്നേഹത്തെ ഓർത്തും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ദൈവമേ, 2004 ഡിസംബർ മാസം 7-ാം തീയതി നിനക്കിവിടെ പ്രത്യക്ഷീകരണത്തിലൂടെ നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫച്ചനെ നീ പ്രത്യക്ഷയായെങ്കിൽ ഞങ്ങൾക്കുമൊക്കെ അമ്മയെ സ്വപ്നത്തിലെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ റെവറൻഡ് ഫാദർ ജോസഫ് വലിയ വീട്ടിൽ അച്ഛനെ ഞങ്ങൾക്ക് നൽകിയ നിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ അച്ഛന് ആയുരാരോഗ്യം കൊടുക്കണമേ. ഒത്തിരി മക്കളെ നിത്യതയിലേക്കും സ്വർഗത്തിലേക്കും എത്തിക്കുവാനും അവരിലേക്ക് നന്മ പകർന്നു കൊടുക്കുവാനും അവരുടെ വേദനകൾ പങ്കുവെക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഇടയാക്കണമേ. അമ്മേ, അതുപോലെ തന്നെ അച്ഛൻ കൂടുതലായി എഴുതുവാനും ഒത്തിരി പുസ്തകങ്ങൾ എഴുതുവാനുള്ള സമയവും സന്ദർഭവും കണ്ടെത്തുവാനും അച്ഛനെ നീ ഒരുക്കിയെടുക്കണമേ. അമ്മേ, നിൻ്റെ പ്രത്യക്ഷീകരണം സഭാതലത്തിലേക്ക് സഭയിലേക്ക് നൽകിയെങ്കിൽ അമ്മ തന്നെ അത് ഇടപെട്ട് അത് അംഗീകരിക്കുവാൻ അവരെ നീ പ്രാപ്തരാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, അച്ഛൻ്റെ എല്ലാ പ്രവർത്തന മേഖലയും ഒരിക്കൽ കൂടി തന്നുകൊണ്ട് അച്ഛന് വേണ്ടി ഞങ്ങൾ ഒത്തിരി എല്ലാവരും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിലിരുന്നും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അമ്മ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന ഞങ്ങളുടെ സ്പിരിച്വൽ ആനിമേറ്ററായ ക്ലിൻ്റൻ ജെ സാംസൺ അച്ഛനെ നൽകിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. അച്ഛൻ ഞങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞു തരുമ്പോൾ, സാക്ഷ്യം പറഞ്ഞവരുമായി അച്ഛൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അതിൻ്റേതായ ഒരു ദൈവീകത വളരെയധികം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അച്ഛൻ്റെ സംസാരം, ആത്മയിൽ നിന്നുള്ള ഞങ്ങളെ അനുഗ്രഹിക്കൽ ഒത്തിരി നന്ദിയോടെ ഞങ്ങളെല്ലാം ഓർക്കുന്നു. അമ്മയെ, അച്ഛനെ തന്നതിനും ഞങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കും.
അമ്മ അതുപോലെ തന്നെ കൃപാസന ശുശ്രൂഷകരെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാനേജരായ സണ്ണിയെ അമ്മയെ സമർപ്പിക്കുമ്പോൾ എല്ലാ കൗൺസിലേഴ്സിനെയും HR ജോസഫ് സാറിനെയും സെക്രട്ടറിയായ പീറ്ററിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. അമ്മ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അമ്മ നൽകിയ വളരെ സന്തോഷവതിയായ സ്നേഹവതിയായ ഞങ്ങളുടെ ജോമോളിനെ കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ആ മകള് നിനയ്ക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ ആത്മീയ കൂടാരത്തിന് വേണ്ടി അഹോരാത്രം പഠിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ ആ മകൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ചെറിയ രോഗപീഠകൾ മാറ്റി അവൾക്ക് ആയുരാരോഗ്യം കൊടുക്കണമേ. നിർമ്മാണത്തിലിരിക്കുന്ന ഞങ്ങളുടെ മരിയൻ അപ്പാരിഷൻ സോഷ്യോ കേരള സ്കൂൾ ഓഫ് കോസ്റ്റൽ ഫോക്ക് ആർട്സ് പള്ളിത്തോട് ഇതെല്ലാം പൂർത്തീകരിച്ച് നല്ല രീതിയിൽ തരണമേ എന്നും ഇവിടെ ഇതിന് എന്തെല്ലാം ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെല്ലാം സഫലമാകുവാൻ അമ്മേ നിൻ്റെ മധ്യസ്ഥ നിൻ്റെ തിരുക്കുമാരനോട് നീ എന്നും കേണപേക്ഷിക്കണമേ. അമ്മേ അതുപോലെ നാളെ ഇതുവരെ ലൈറ്റ് ക്യാൻഡിൽ ഓൺലൈൻ ഉടമ്പടി, തീർത്ഥാടന ഉടമ്പടി എടുത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. റാലിക്ക് പങ്കെടുത്ത മക്കളെ ഓർക്കുന്നു, അവരുടെ നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെയ് മാസ വണക്കത്തിന് വന്നു ചേർന്നിട്ടുള്ള എല്ലാ മക്കളെയും അതുപോലെ തന്നെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചവരെയും കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ഒരിക്കൽ കൂടി അമ്മയുടെ മക്കളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇനി നാളെ ഇതുവരെ ഉടമ്പടി എടുക്കുവാൻ വരാൻ കാത്തിരിക്കുന്ന മക്കളെയും ഇവിടെ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ താമസിച്ച് അമ്മയോട് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും അമ്മയെ ഒന്ന് നിരസിക്കുവാൻ വന്നിരിക്കുന്ന മക്കളെയും എല്ലാം ആരെയും പിണക്കരുത്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ട് രോഗികളെ, അതുപോലെ തന്നെ രോഗാവസ്ഥയിലുള്ള മറ്റു മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. മധ്യാസത്തിൽ കഴിയുന്ന മക്കളെ നീ സ്പർശിക്കണമേ. എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമേ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം.
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ത്രീയന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വണക്കവും 1-ാം തീയതി പരിശുദ്ധ മറിയത്തെ സർവേശ്വരൻ തിരഞ്ഞെടുത്തതിന്മേൽ ഒന്നാമത് പരിശുദ്ധ കന്യ ഉന്നത പ്രതാപത്തിനായിക്കൊണ്ടും, രണ്ടാമത് പൂർണ്ണ പരിശുദ്ധയ്ക്കായിക്കൊണ്ടും, മൂന്നാമത് ഉയർന്ന മഹിമയ്ക്കായിക്കൊണ്ടും നിയമിക്കപ്പെട്ടവളായിരിക്കുന്നു. ആദ്യം പിതാവായ സർവേശ്വരൻ തൻ്റെ തിരുക്കുമാരൻ മനുഷ്യാവതാരം മൂലം ലോകത്തെ രക്ഷിക്കണമെന്ന് നിശ്ചയിക്കുകയും ആ തിരുക്കുമാരന് മാതാവായിരിക്കാൻ തക്കവണ്ണം മറ്റ് സ്ത്രീകളെ തിരഞ്ഞെടുക്കാതെ പരിശുദ്ധ കന്യമറിയത്തെ ആദിയിൽ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പരലോകത്തിൽ മാലാഖമാരും ഭൂലോകത്തിൽ മനുഷ്യരും പ്രാപിച്ചിരിക്കുന്ന മഹിമയും പ്രതാപവും ആ നാഥയുടെ മഹിമയ്ക്കും പ്രതാപത്തിനും മുമ്പാകെ ഒന്നുമില്ലാത്തതുപോലെയാണ്. പരിശുദ്ധ കന്യമറിയം സർവേശ്വരൻ്റെ തിരുക്കുമാരന് മാതാവായതുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ട സകല വസ്തുക്കളേക്കാൾ ഉന്നതവും ദൈവദൂതന്മാരുടെ രാജ്ഞിയും ക്രിസ്ത്യാനികൾക്ക് അമ്മയും മനുഷ്യരുടെ മധ്യസ്ഥയുമായിരിക്കുന്നത് കൊണ്ടും അന്തമില്ലാത്ത പ്രതാപവതിയായിരിക്കുന്നു. ഏറ്റവും സ്നേഹിപ്പാൻ തക്ക നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യമറിയം പ്രാപിച്ചിരിക്കുന്ന പ്രതാപത്തെക്കുറിച്ചും താൻ പാപികൾക്ക് വേണ്ടി ദൈവത്തിൻ പക്കൽ നിന്ന് അതിൻവണ്ണമുള്ള മഹിമയെ കൈക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടാടി ആ രാജ്ഞിയുടെ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീണ് തൻ്റെ മഹിമയ്ക്ക് തക്ക വണക്കവും നമസ്കാരവും ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ദൈവകുമാരൻ അമ്മയും സ്ത്രീജനങ്ങൾ വെച്ച് ആസ്വദിക്കപ്പെട്ടവളും ദൈവത്തിന് ആലയവുമായ പരിശുദ്ധ കന്യമറിയം പുണ്യത്താൽ എത്രമാത്രം അലങ്കൃതമായിരിക്കുന്നെന്ന് പറഞ്ഞറിയിക്കാനോ നിരൂപിക്കാൻ പോലുമോ അസാധ്യം. ആ അമ്മയിൽ ഒരല്പ പാപെങ്കിലും അല്പക്കുറവെങ്കിലും ഇല്ല. പ്രസ്തുത സകല പുണ്യങ്ങളുടെ വിളനിലമാകുന്നു. അത്രയുമല്ല, അവർണ്ണീയങ്ങളായ വരപ്രസാദങ്ങളാൽ ശോഭിതയുമാണ്. ദൈവത്തിൽ നിന്ന് ദൈവദൂതന്മാർക്കും മനുഷ്യർക്കും ലഭിച്ചിരിക്കുന്ന എല്ലാ വരപ്രസാദങ്ങളെക്കാൾ അധികമായ വരപ്രസാദ ദാനങ്ങൾ പൂർണ്ണമാവണ്ണം പ്രാപിച്ച് ദൈവസഹായ നിമിത്തം എണ്ണമില്ലാത്ത ഭാഗ്യങ്ങളാൽ അലങ്കൃതയായി പൂർവത്തിലും ഭവിഷ്യകാലത്തിലും എപ്പോഴും ഉപമയില്ലാത്തവളായി മറിയം പരിലസിക്കുന്നു. ആകയാൽ സർവേശ്വരൻ ദേവമാതാവിന് കൊടുത്തിരിക്കുന്ന വരങ്ങളിൽ ഏതാനുമെങ്കിലും നമുക്ക് താൻ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം പരിശുദ്ധരായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധ കന്യാമറിയം കാണിച്ചു തന്നിരിക്കുന്ന പുണ്യമാതൃകകൾ കഴിയുമെണ്ണം കണ്ടു ഗ്രഹിച്ച് ആ നാഥയെ അനുഗമിക്കാൻ പരിശ്രമിക്കേണ്ടതല്ലയോ? മൂന്നാമത്, സൃഷ്ടിക്കപ്പെട്ട വസ്തുവിനെ മോക്ഷത്തിൽ എത്രമാത്രം ഉന്നത മഹിമ പ്രാപിപ്പാൻ വശമുണ്ടോ അത്രയ്ക്കും മഹിമ പരിശുദ്ധ കന്യാമറിയം പ്രാപിച്ചിരിക്കുന്നു. മോക്ഷരാജ്യത്തിൽ തൻ്റെ തിരുക്കുമാരനായ ഈശോ മിശിഹായുടെ വലത്തുഭാഗത്ത് പുണ്യന്മാരെക്കാളും സകല ദൈവദൂതന്മാരെക്കാളും ഉയർന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എത്രയും പ്രതാപമുള്ള രാജ്ഞിയായി ദൈവമാതാവ് പ്രകാശിക്കുന്നത് സകല മോക്ഷവാസികളും കണ്ട് സന്തോഷിക്കുന്നു. സർവേശ്വരനൊഴികെ മറ്റുള്ള സകലരും ആ നാഥയ്ക്ക് കീഴുള്ളവരായി മോക്ഷവാസികളെല്ലാവരും സദാ തൻ്റെ ആജ്ഞ അനുവർത്തിക്കുകയും സകലരും നരകത്തിലുള്ള പാപാത്മാർക്ക് കൂടെയും തൻ്റെ തിരുനാമം കേൾക്കുമ്പോൾ എത്രയും ആചാരപൂർവം ദണ്ഡനമസ്കാരം ചെയ്യുകയും ചെയ്യുന്നു. ഇത്ര ഉന്നതമായ മഹിമ പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ അമ്മയെ സ്തുതിച്ച് ഈ നാഥയുടെ സങ്കേതം പ്രാപിക്കുന്നതിന് യോഗ്യരാകാൻ തക്കവണ്ണം നാം കഴിയുന്നതും പ്രയാസപ്പെടേണ്ടതാണ്. മോക്ഷത്തിൻ്റെ രാജ്ഞി തൻ്റെ തിരുക്കുമാരൻ്റെ പക്കൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടവന്നാൽ നാം എത്രയോ സഹായം പ്രാപിക്കും. അതുകൊണ്ട് എത്രയോ എളിമയോടെ നാം മാതാവിനെ വണങ്ങി ഈ രാജ്ഞിയോട് നല്ല ആശയോടും ജാഗ്രതയോടും കൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി അവിടുന്ന് അപേക്ഷിക്കുമെന്നതിൽ തെല്ല് സംശയമില്ല. ദൃഷ്ടാന്തം: പുണ്യാത്മാക്കളെല്ലാവരും പരിശുദ്ധ മാതാവിനെ അത്യധികമായ ഭക്തിയോടെ അത്രേ വണങ്ങിയിരുന്നത്. മാത്രമല്ല, ഈ പരമനായികയ്ക്ക് തക്ക വണക്കം
എങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവരിൽ ചില പുണ്യാത്മാക്കളെ കുറിച്ച് മാത്രം ഇവിടെ വിസ്തരിച്ച് പറയാം. വിശുദ്ധ ലൂയിസ് രാജാവിന് ജനനത്തിൽ തന്നെ ദേവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയുണ്ടായി. ഈ രാജ്ഞിയുടെ വിശേഷ സഹായത്താൽ എല്ലാ വക പുണ്യങ്ങളും ചെയ്തുകൊണ്ടും പാരത്രിക കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ടും മരണം വരെ ഒരു ചാവദോഷമെങ്കിലും ചെയ്യാതെയുമാണ് ഇദ്ദേഹം ജീവിച്ചത്. മഹാരാജാവായിരുന്നെങ്കിലും ദൈവമാതാവിനെക്കുറിച്ച് ശനിയാഴ്ച തോറും തൻ്റെ രാജധാനിയിൽ അനേക അതിഥികളെ വരുത്തി അവരുടെ കാലുകൾ കഴുകി സ്വന്തം കൈകൊണ്ട് തുടച്ച് അവർക്ക് തന്നെത്താൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. ഒടുവിൽ വേണ്ട ദാനവും നൽകിയാണ് അവരെ അയച്ചിരുന്നത്. ദേവമാതാവിനുള്ള സ്നേഹം നിമിത്തം തനിക്ക് ഒരു ശനിയാഴ്ച ദിവസം മരിപ്പാൻ സംഗതി വരുമെന്ന് ആഗ്രഹിച്ചിരുന്നതിനാൽ അതിൻവണ്ണം തന്നെ ആ ദിവസത്തെ രാജാവ് ഏറ്റവും സന്തോഷത്തോടെ ഭാഗ്യവർണ്ണം പ്രാപിച്ച് മോക്ഷരാജ്യത്തിൽ ചേരുകയും ചെയ്തു. വിശ്വശൗര്യാൽ തൻ്റെ ജീവിതകാലമൊക്കെയും അധിക പ്രിയത്തോടെ ദൈവജന്യെ വണങ്ങിക്കൊണ്ടും സത്യവേദം എല്ലായിടത്തും പ്രബലപ്പെടുത്താനായി ചെയ്ത നാനാ പ്രയത്നങ്ങളിൽ ഇടപെടാതെ ഈ നായികയുടെ അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ടും വന്നിരുന്നു. താൻ മാനസാന്തരപ്പെടുത്തുന്ന ജനങ്ങളെല്ലാവരും ആ നാഥയോട് ഭക്തിയായിരിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുമിരുന്നു. ഒടുവിൽ ഈ മഹാപുണ്യാത്മാവ് മരിക്കാറായപ്പോൾ ഉജ്ജ്വല ഭക്തിയോടെ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ ആ മാതാവിനെ നോക്കി, നീ എനിക്ക് മാതാവായിരിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് മരണം പ്രാപിച്ചു. വിശുദ്ധ ത്രേസ്യ ചെറുപ്പം മുതൽക്കേ തന്നെ മുഴുവനും ദൈവമാതാവിന് പരമേൽപ്പിച്ചിരുന്നത് കൂടാതെ തൻ്റെ സ്നേഹം കാണിപ്പാൻ തക്കവണ്ണം സ്വഭവനത്തിൽ ഒരു ചെറിയ പീഠമുണ്ടാക്കി അത് ദൈവമാതാവിൻ്റെ പടം സ്ഥാപിച്ചുകൊണ്ട് കൂടെ ആ നാഥയെ വണങ്ങി വരികയും പുഷ്പങ്ങളെയും കനികളെയും മറ്റ് കാഴ്ചകളെയും സമർപ്പിക്കുകയും ചെയ്തു വരുമാറായിരുന്നു. ഈ പുണ്യവതിക്ക് 12 വയസ്സുള്ളപ്പോൾ തൻ്റെ അമ്മ മരിച്ച ഉടനെ ദൈവമാതാവിൻ്റെ പടത്തിൻ്റെ അടുക്കൽ ചെന്ന് ആ പരമരാജ്ഞിയെ തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തതിനാൽ ആ മാതാവും ഈ പുണ്യവതിയെ മകളായി സ്വീകരിച്ചു പരിപാലിച്ചുകൊണ്ട് അനേകം വരങ്ങൾ ഈ പുണ്യവതിക്ക് നൽകുകയും ഏറ്റവും ദയോടെ കാത്തു സഹായിച്ചു വരികയും ചെയ്തു. ദരിദ്രയായിരുന്ന ഒരിടെ സ്ത്രീ പരിശുദ്ധ കന്യയോടുള്ള അത്യധികമായ സ്നേഹവും ഭക്തിയും കാരണത്താൽ ഒരു മലയുടെ മുകളിൽ പരമനാഗിയെക്കുറിച്ച് പണിയിച്ചിരുന്ന ഒരു ചെറിയ പള്ളിയിൽ പലപ്പോഴും പോയി പ്രാർത്ഥിച്ചു വരിക പതിവായിരുന്നു. ഒരിക്കൽ ദേവമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് ഒരു നല്ല അങ്കി ഇല്ലെന്ന് കണ്ട് സങ്കടപ്പെട്ട് തന്നാൽ കഴിയുമെന്നുള്ള ചെലവ് ചെയ്ത് ഒരു നല്ല വസ്ത്രം വാങ്ങി സമർപ്പിച്ചു. മറ്റു ദിവസം കാട്ടിടുന്ന് പറിച്ചെടുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഒരു മുടി കെട്ടിയുണ്ടാക്കി അത് തിരുസ്വരൂപത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട്, എൻ്റെ അമ്മേ, രത്നാളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പൊന്മുടി അങ്ങേ ശിരസിൽ വയ്ക്കുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ മഹാദരിദ്രയാകിയാൽ ഈ പുഷ്പപൊടി മാത്രമേ തരുവാൻ എനിക്ക് ശക്തിയുള്ളൂ. ഇതെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ കാണിക്ക പരിശുദ്ധമാതാവിന് ഏറ്റവും പ്രിയമായി. അതുകൊണ്ട് ആ ഇടയ സ്ത്രീക്ക് അനേക ഉപകാരങ്ങൾ ഈ മാതാവ് ചെയ്തുവെന്ന് മാത്രമല്ല, അവളുടെ മരണസമയം ഈ നാഥ പ്രത്യക്ഷയായി അവളുടെ തലയിൽ ഒരു മുടി വെച്ച് അവളുടെ ആത്മാവിനെ തന്നോടുകൂടെ മോക്ഷത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, നിങ്ങളും ഏതേത് സ്ഥലങ്ങളിലിരുന്നാലും ഈ ഉത്തമരാജ്ഞിയെ നിങ്ങൾക്ക് മാതാവായി തിരഞ്ഞെടുത്തുകൊണ്ട് നാൾ തോറും ജപത്താലെങ്കിലും മറ്റു ധർമ്മ പ്രവൃത്തിയാലെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളം കാണിക്കണം. ഈ മാതാവ് തൻ്റെ ഭക്തന്മാരെ കൈവിട്ട് അവർ നരകത്തിൽ വീഴാൻ ഒരിക്കലും ഇടവരുത്തുകയില്ല. ജപം. ഈശോ കർത്താവിൻ്റെ ദിവ്യമാതാവേ, അനേകം ജനങ്ങൾ മോക്ഷഭാഗ്യം പ്രാപിക്കാതെ തങ്ങളുടെ പാപം ഹേതുവായി നരകത്തിൽ വീണുപോകും എന്നത് വിചാരിക്കുമ്പോൾ ഞാൻ എത്രയും ഭയന്ന് ഞടുങ്ങുന്നു. എങ്കിലും വേദശാസ്ത്രികൾ എഴുതിയിരിക്കുന്നത് പോലെ അങ്ങേ നേരെയുള്ള ഭക്തിയും സ്നേഹവും മോക്ഷത്തിൽ ചേരുന്നതിന് നിശ്ചയമുള്ള അടയാളമായിരിക്കയിൽ
അടയാളമായിരിക്കേൽ ഞാൻ ആശ്വസിച്ച് സന്തോഷിക്കുന്നു. ഞാൻ ആശ്വസിച്ച് സന്തോഷിക്കുന്നു. എൻ്റെ മാധുര്യമുള്ള മാതാവേ, എൻ്റെ മാധുര്യമുള്ള മാതാവേ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നെന്നും നിന്നിൽ ഞാൻ ശരണപ്പെടുന്നെന്നും നിന്നെ സ്നേഹിക്കുന്നെന്നും നിന്നെ സ്നേഹിക്കുന്നെന്നും എന്നാൽ കഴിയും വണ്ണം എല്ലാ പ്രകാരവും നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്നും നീ അറിഞ്ഞിരിക്കുന്നതിനാൽ എൻ്റെ മരണം വരെയും നീ എനിക്ക് സഹായമായിരിക്കുമെന്നും നിന്റെ സഹായത്താൽ സർവേശ്വരൻ എന്നെ തിരഞ്ഞെടുത്ത് ഒടുവിൽ നിത്യാനന്ദ ഭാഗ്യം അനുഭവിക്കുമെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ ബലഹീനതയും അസ്ഥിരതയും അങ്ങ് അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ അമ്മേ, ഞാൻ നിന്നിൽ വെച്ചിരിക്കുന്ന ഭക്തിയും ആശയും ഒരിക്കലും കുറയാതെ മരണപര്യന്തം നിലനിന്ന് ഇടവിടാതെ നിന്നെ വണങ്ങി സ്നേഹിച്ച് മോക്ഷത്തിൽ ചേർന്ന് നിന്നോടുകൂടെ സദാ വാഴാൻ തക്കവണ്ണം എനിക്ക് നീ സഹായം ചെയ്യണമേ. ആമേൻ. ഈശോ എത്രയും പരിശുദ്ധമാതാവിനുള്ള അപേക്ഷ. പാകിയുടെ സംഘമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാകിയുടെ സംഘമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മേ, സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപിയുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധ കന്യകേ, എന്റെ മാതാവേ, എനിക്ക് നീ സഹായമായിരിക്കണമേ. പരിശുദ്ധ കന്യകേ, എന്റെ മാതാവേ, എനിക്ക് നീ സഹായമായിരിക്കണമേ. പരിശുദ്ധ കന്യകേ, എന്റെ മാതാവേ, എനിക്ക് നീ സഹായമായിരിക്കണമേ. സൽക്രിയ. ദേവമാതാവിന്റെ പീഠത്തിൽ പുഷ്പങ്ങൾ ചാർത്തണം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. കന്യകയെ, വിവേകമതിയാം കന്യകയെ, വിസ്മൃതയാം സുരകന്യകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. വിശ്വാസ
ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ തൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയായ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥാ, പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ ദൈവത്തിൻ മേശമേനാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ